السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ, നമ്മൾ ഇന്നലെ ആയത്തുദ്ദീൻ അല്ലെ 282 ആയത്ത് തുടങ്ങി വെച്ചു. കുറച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാ അതിന്റെ കണ്ടിന്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. പ്ലസ് 283, കാരണം അത് ഈ ആയത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ച് പറഞ്ഞില്ലെങ്കിൽ കുറച്ച് അടുത്ത ആഴ്ചയിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. സോ ഒന്നിച്ച് പറയുന്നത് നല്ലത്. അതുകൊണ്ട് തിരികെ ഒന്ന് ക്ലാസ് ലോങ് ആവും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം നമുക്ക് റെസിറ്റേഷൻ ഒന്നും കൂടെ കേൾക്കാം. 282 ആയത്തിന്റെ ഇൻഷാ അല്ലാ ട്രാൻസ്ലേഷൻ നോക്കാം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളൊരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് കാലം വെച്ചുകൊണ്ട് അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വെക്കുവിൻ. നമ്മൾ ഇന്നലെ കേട്ട തഫ്സീർ വെച്ചിട്ട് ഓർത്തെടുക്കുക കേട്ടോ കാര്യങ്ങൾ. ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതി അനുസരിച്ച് അത് എഴുതുകയും ചെയ്തു കൊള്ളട്ടെ. ഒരു എഴുത്തുകാരനും തന്നെ അവന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതുപോലെ അത് എഴുതുവാൻ വിസമ്മതിക്കുകയും അരുത്. അങ്ങനെ അവൻ എഴുതിക്കൊള്ളട്ടെ. യാതൊരുവന്റെ മേലാണോ കടബാധ്യത ഉണ്ടായിരിക്കുന്നത് അവൻ വാചകം പറഞ്ഞു കൊടുക്കുകയും തന്റെ റബ്ബായ അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതിൽ നിന്ന് ഒരു വസ്തുവും അവൻ കുറവ് വരുത്തുകയും അരുത്. ഇനി കടബാധ്യതയുള്ളവൻ ഒരു ഭോഷനോ അല്ലെങ്കിൽ ദുർബലനോ അല്ലെങ്കിൽ അവന് സ്വന്തം നിലക്ക് വാചകം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതെയോ ആയിരുന്നെങ്കിൽ അപ്പോൾ അവന്റെ കൈകാര്യക്കാരൻ നീതിപൂർവം വാചകം പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നത്തെ ഭാഗം, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നുള്ള 2 സാക്ഷികളോട് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുവിൻ. ഇനി അവർ 2 സാക്ഷികൾ പുരുഷന്മാരില്ലെങ്കിൽ സാക്ഷികളായി നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളും ആവട്ടെ. അവർ 2-ൽ ഒരുവൾക്ക് പിഴവ് പറ്റുകയും അപ്പോൾ അവരിൽ ഒരുവൾ മറ്റവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. സാക്ഷികൾ സാക്ഷ്യത്തിന് വിളിക്കപ്പെടുമ്പോൾ അവർ വിസമ്മതിക്കുകയും ചെയ്യരുത്. ചെറുതാകട്ടെ വലുതാകട്ടെ അത് അതിന്റെ അവധി വരെ എഴുതി വെക്കുവാൻ നിങ്ങൾ മടിക്കുകയും ചെയ്യരുത്. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവകമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾ സന്ദേഹപ്പെടാതിരിക്കുവാൻ കൂടുതൽ അടുപ്പമായതുമാകുന്നു. നിങ്ങൾക്കിടയിൽ നിങ്ങൾ നടത്തുന്ന വല്ല കച്ചവടവും അല്ലെങ്കിൽ ഇടപാടും ആയാൽ ഒഴികെ, അപ്പോൾ അത് എഴുതി വെക്കാതിരിക്കുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങൾ അന്യോന്യം വിൽപ്പന നടത്തുമ്പോൾ നിങ്ങൾ സാക്ഷ്യം നിർത്തുകയും ചെയ്യുവിൻ. ഒരു എഴുത്തുകാരനാകട്ടെ ഒരു സാക്ഷിയാകട്ടെ ദ്രോഹിക്കപ്പെടുകയും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിലോ അത് നിങ്ങളിലുള്ള ധിക്കാരമായിരിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളുവിൻ. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ആകട്ടെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. നമുക്ക് ഇന്നെടുക്കാനുള്ള പോർഷന്റെ വാക്കർത്ഥം നോക്കാം. ഇന്നലെ വരെയുള്ള നമ്മൾ കണ്ടതാണ് അല്ലെ. വസ്തഷ്ഹിദു, നിങ്ങൾ സാക്ഷ്യം ആവശ്യപ്പെടുകയും ചെയ്യുവിൻ. ഷീൻ ഹ ദാൽ. ഷഹീദൈനി, 2 സാക്ഷികളോട്. മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന്. മിൻ പ്ലസ് റിജാൽ പ്ലസ് കും അല്ലെ. മിൻ നിന്ന് റിജാൽ, റജുലിന്റെ പ്ലൂറൽ ആണ്. റജുലൻ പുരുഷൻ, റിജാൽ കും നിങ്ങളുടെ. ഫഇല്ലം യകൂന, ഇനി അവർ 2 പേർ ആയില്ലെങ്കിൽ. റജുലൈനി, 2 പുരുഷന്മാർ. റജുലുൻ, എന്നാൽ ഒരു പുരുഷൻ. വമ്രഅതാനി, 2 സ്ത്രീകളും. മീം റോ ഹംസ. മിമ്മൻ തർദൗന, നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ പെട്ട. റോ ദോദ് വൗ. മിനശുഹദ, സാക്ഷികളിൽ നിന്ന്. ഷഹീദ് സെയിം റൂട്ട് തന്നെയാണ് ഷഹദ ഒക്കെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരുന്നത്. അൻതദില്ല, പിഴവ് പറ്റുന്നതിന്. ദോദ് ലാം ലാം. ഇഹ്ദാഹുമ, അവർ 2-ൽ ഒരുവൾക്ക്. ഇഹ്ദ അഹദിന്റെ റൂട്ട് തന്നെയാണ്. ഫതുദക്കർ, അപ്പോൾ ഓർമ്മപ്പെടുത്തുകയും. അഗൈൻ ദിക്റിന്റെ റൂട്ടാണ്, അതുകൊണ്ടാണ് അതൊന്നും എഴുതാത്തത്. ഇഹ്ദാഹുമ, 2-ൽ ഒരുവൾ. അൽ ഉഖ്റ, മറ്റവളെ. ഹംസ ഹോ റോ. വലാ യഅബ, വിസമ്മതിക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം കണ്ട റൂട്ട് തന്നെയാണ്. അശ്ഹദ, സാക്ഷികൾ. സെയിം സാക്ഷി ഷഹീദിന്റെ റൂട്ടാണ്. ഇദമ ദുഉ, അവർ വിളിക്കപ്പെട്ടാൽ. ദാല ഐൻ വാവ്.
വലാ തസ് അമു നിങ്ങൾ മടിക്കുകയും അരുത്, അല്ലെങ്കിൽ വൈമനസ്യം കാണിക്കുകയും അരുത്. സീൻ ഹംസ മീം. അൻ തത്തുബൂഹ് അതെഴുതുവാൻ. സ്വഗീറ ചെറുതാവട്ടെ, ഔ കബീറ അല്ലെങ്കിൽ വലുതാവട്ടെ. ഇല അജലിഹി അതിന്റെ അവധി വരെ. ദാലിക്കും അത്, അതായത് നിങ്ങളോട് പറഞ്ഞതൊക്കെ, അഖ്സതു കൂടുതൽ നീതിപൂർവമാണ്. ഖാഫ് സ തോ, ഖാഫ് സീൻ തോ. ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ. വ അഖ്വമു അധികം ബലം നൽകുന്നതും കൂടുതൽ ചൊവ്വായതും. ഖാഫ് വാവ് മീം. ലി ഷഹാദത്തി സാക്ഷ്യത്തിന്. അഗൈൻ ഷഹാദ ഷഹീദ് സെയിം റൂട്ട്. വ അദ്ന കൂടുതൽ അടുപ്പമുള്ളതും സൗകര്യപ്പെട്ടതും. ദാൽ നൂൻ വാവ് ദുനിയാവിന്റെ സെയിം റൂട്ട് തന്നെയാണ്. അല്ലാ തർതാബു നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. റൊയ്ബ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ളതാണ്. ഇല്ല അൻതക്കൂന അതായിരുന്നാൽ ഒഴികെ. ഇല്ല എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഒഴികെ എന്നുള്ളതാണ്. അൻതക്കൂന അതായിരിക്കുക. തിജാറത്തൻ ഒരു കച്ചവടം, ഒരു ഇടപാട്. ജീം റോ. ഹാദിറത്തൻ റൊക്കമായ. റോ. തുദീറൂനഹ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നു. ദാൽ വാവ് റോ. ബൈനക്കും നിങ്ങൾക്കിടയിൽ. ഫലൈസ അലൈക്കും അപ്പോൾ നിങ്ങളുടെ മേൽ ഇല്ല. ജുനാഹൻ തെറ്റ് അല്ലെങ്കിൽ ഒരു തെറ്റും. ജീം നൂൻ ഹ. അല്ല തക്തുബൂഹ നിങ്ങൾ അത് എഴുതാതിരിക്കുന്നതിന്. കതബ സെയിം റൂട്ട്. വ അഷ്ഹിദു നിങ്ങൾ സാക്ഷ്യം നിർത്തുകയും ചെയ്യുവിൻ. ഷഹീദിന്റെ സെയിം റൂട്ട്. ഇദാ തബായഅതും ഐൻ നിങ്ങൾ അന്യോന്യം വിൽപ്പന ക്രയവിക്രയം നടത്തിയാൽ. വലാ യുദോറ ദ്രോഹിക്കുകയും അരുത്. റോ. കാതിബുൻ വല്ല എഴുത്തുകാരനും. വലാ ഷഹീദുൻ വല്ല സാക്ഷിയും അരുത്. ഓക്കെ. വ ഇൻ തഫ്അലു നിങ്ങൾ ചെയ്യുന്നുവെങ്കിലോ. ഫ ഇന്നഹു ഫുസൂഖുൻ എന്നാൽ അത് ധിക്കാരമാണ്. ഫീൻ ഫിസ്ഖ് അല്ലെ, തോന്നിവാസമായിരിക്കും. ബിക്കും നിങ്ങളിലുള്ള. വത്തഖു നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അള്ളാഹുവിനെ. വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നു. അള്ളാഹു. വല്ലാഹു അള്ളാഹു ആകട്ടെ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ പറ്റിയും എല്ലാ വസ്തുവിനെ പറ്റിയും അലീം അറിയുന്നവനാണ്. തഫ്സീർ നമ്മൾ ഇത്രയും ഇന്നലെ കണ്ടതാണ് അല്ലെ. അയ്യുമില്ലഹുവ ഫല്യും ലിൽ വലിയുഹു ബിൽ അദൽ. ഇന്നത്തെ ഭാഗം നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എഴുതുന്ന ഭാഗമാണ് അല്ലെ. അതായത് ഒരു കട ഇടപാട് ഉണ്ടാവുമ്പം അത് എഴുതി വെക്കുന്ന ആ ഒരു കോൺട്രാക്ട് എഴുതി വെക്കുന്ന ഭാഗമാണ് പറഞ്ഞത്. ഇനി ഒരു കോൺട്രാക്ട് വരുമ്പം അതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട് അല്ലെ. എന്താണ്? സാക്ഷ്യം വഹിക്കുക, വിറ്റ്നസ് ഉണ്ടായിരിക്കാം. അപ്പം ഒന്ന് നമ്മൾ അങ്ങനെ ഒരു ഇടപാടുണ്ടെങ്കിൽ അതായത് ദീനായിട്ടുള്ള, അതായത് ഒരു കാര്യം ഓൺ ദ സ്പോട്ട് നടക്കാത്ത, നമ്മൾ ഇന്നലെ 2 ടൈപ്പ് ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ ഇമീഡിയറ്റ് ട്രാൻസാക്ഷനും, അല്ലെങ്കിൽ പിന്നീട്, അതായത് പൈസ കൊടുത്ത് സാധനം പിന്നീട് വാങ്ങുക, സാധനം കിട്ടി പൈസ പിന്നീട് കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പൈസ തിരിച്ച്, അതായത് കടമായിട്ട് തിരിച്ച് പിന്നീട് വാങ്ങുന്ന, ലേറ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന, ലേറ്റ് ആയിട്ട് ട്രാൻസാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെ. അങ്ങനെയുള്ള കേസിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് നമ്മൾ എഴുതി വെക്കുക, 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം ആ ഒരു ഇടപാടിന്. ഓക്കെ. അപ്പൊ 2 കാര്യങ്ങൾ. അപ്പൊ ഇത്രയും നേരം നമ്മൾ എഴുത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് സാക്ഷികളുടെ കാര്യങ്ങൾ പറയാം. അള്ളാഹു പറയുന്നു വസ്തഷ്ഹിദു നിങ്ങൾ സാക്ഷിയെ തേടുക. ഇവിടെ ഷഹാദ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം അല്ലെ, സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഒരു സീൻത എക്സ്ട്രാ ഉണ്ട്. സീൻത വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താന്നല്ലേ. ഇസ്തിആന എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം സീൻത വന്നു കഴിഞ്ഞാൽ തേടുക എന്നുള്ള, അല്ലെങ്കിൽ അത് അന്വേഷിക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ നിങ്ങൾ സാക്ഷികളെ തേടുക. ഓക്കെ. ആരോടെങ്കിലും സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുക. ആരെടുത്താണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്? ഷഹീദൈനി 2 സാക്ഷികൾ വേണം. ഓക്കെ. ഷഹീദൈനി. ഓക്കെ. 2 സാക്ഷികൾ. ആരിൽ നിന്നാണ്? മിർ റിജാലിക്കും. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, റിജാലിക്കും പുരുഷന്മാർ. ഓക്കെ. നിങ്ങളുടെ പുരുഷന്മാർ. റിജാൽ റജുലിന്റെ പ്ലൂറല്. ഇവിടെ റജുൽ എന്ന് പറയുമ്പം അതൊരു ആൺകുട്ടിയല്ല, ഒരു സ്ത്രീയല്ല, പക്ഷെ
പുരുഷനാണ്. റജുൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം വ്യക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആണും പെണ്ണും ചെറുപ്പവും വലുതും ഒക്കെ ഉണ്ടാവും. ഇവിടെ മാൻ ആണ് ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്ന MAN, പുരുഷൻ എന്നുള്ള അർത്ഥമാണ് റജുൽ. ഓക്കെ, അപ്പോൾ വസ്തഷ്ഹിദു ഷഹീദൈനി, അത് രണ്ട് ഷഹീദിന്റെ ഡ്യുവൽ ഫോം ആണ് ഷഹീദൈനി അല്ലെങ്കിൽ ഷഹീദാനി എന്നൊക്കെ പറയുന്നത്. അപ്പം രണ്ട് ഷഹീദുകൾ, രണ്ട് സാക്ഷികൾ നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് നിങ്ങൾ തേടാം. ഇനി നിങ്ങളുടെ പുരുഷന്മാർ, ഓക്കെ, റിജാലിക്കും എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? റിജാലിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള, പക്ഷെ ഇപ്പൊ ഒരു വ്യക്തി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൂട്ടത്തിലോ കുടുംബത്തിലോ അല്ലെ അയാളുടെ സമൂഹത്തിലുള്ള ആളുകളെ കിട്ടൂല അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ വേറെ നാടുകളിലൊക്കെ പോയി താമസിക്കുന്നവരും അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുടുംബക്കാരെയും കൂട്ടക്കാരെയും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം എന്താണ് റിജാലിക്കും എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു കണ്ടീഷൻ, മുസ്ലിം ആയിരിക്കണം. ഓക്കെ, സാക്ഷി മുസ്ലിം ആയിരിക്കണം. ആൻഡ് അതിനെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ആ സാക്ഷി ഒരു അടിമയാവരുത്, ഫ്രീ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഓക്കെ, ഈ പുരുഷൻ, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് പറയുന്ന ആ സാക്ഷി ഒന്ന് മുസ്ലിം ആയിരിക്കണം, രണ്ട് അടിമയായിരിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് അടിമകൾ ഇല്ലാന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് അടിമയായിരിക്കരുത്, ഫ്രീ ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉദാഹരണത്തിന് ഒരു അടിമ എന്ന് പറയുമ്പോൾ അല്ലെ, അവർക്കൊരു മാസ്റ്റർ ഉണ്ടാവും, ഒരു ഉടമ ഉണ്ടാവും. അപ്പൊ ഉടമ ഒന്നെങ്കിൽ സാക്ഷ്യം കൊടുക്കാൻ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം വരാം, അല്ലെങ്കിൽ തെറ്റായ സാക്ഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന സാഹചര്യം വരാം. കാരണം അടിമക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റൂല അല്ലെ. ഇനി അടിമ സാക്ഷ്യം കൊടുത്തു എന്ന് വെക്കുക, പക്ഷെ അയാൾ പിന്നീട് ഫ്രീ ആയിട്ട് അയാള് വേറൊരു നാട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പം എവിടുന്നാ പിന്നെ അയാളെ കിട്ടൂല അല്ലെ. അപ്പം ഫ്രീ ആയിട്ടുള്ള ആളുകളായിരിക്കണം, മുസ്ലിം ആയിരിക്കണം റിജാൽ. ഓക്കെ, പിന്നെ റിജാൽ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഗ്രോണപ്പ്, വളർന്ന അഡൾട്ട് ആയിട്ടുള്ള ഒരു പുരുഷനായിരിക്കണം. പക്ഷെ കാത്തിബിന്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുത്തുകാരന്റെ കാര്യം പറഞ്ഞു അല്ലെ, സ്ക്രൈബിന്റെ കാര്യം പറഞ്ഞിരുന്നു. സ്ക്രൈബിന്റെ കാര്യത്തിൽ പറഞ്ഞത് കാത്തിബ് എന്നാണ്. ഏതെങ്കിലും എഴുത്തുകാരൻ, അവൻ മുസ്ലിം ആവാം അമുസ്ലിം ആവാം. ഓക്കെ, കാരണം ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് നോൺ മുസ്ലിംസില് പ്രൊഫഷണൽ സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ആയിട്ട് ഇതുപോലെ എഴുതുന്ന ഫിനാൻഷ്യൽ ഡീലിങ്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം മുസ്ലിം ആയിരിക്കണം സാക്ഷി. കാരണം ഇവിടെ ഒരു സാക്ഷി എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അപ്പൊ വിശ്വാസി അല്ലാത്ത ഒരാള് അള്ളാഹിന്റെ പേരിൽ കള്ളസാക്ഷ്യം വഹിക്കും. അപ്പം ഈമാനുള്ള വ്യക്തി സത്യം പറയാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ സത്യം പറയാം. അപ്പൊ ഒരു മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് സാക്ഷിയുടെ ഒരു കണ്ടീഷനാണ്. അപ്പം വസ്തഷ്ഹിദു ഷഹീദൈനി മിർ റിജാലിക്കും. ഇനി ഈ സാക്ഷി ഇപ്പൊ റിജാലിക്കും പറഞ്ഞു, ഒരു സ്ത്രീ വേണമെന്നുണ്ടെങ്കിലോ സാക്ഷിയായിട്ട്, ഉദാഹരണത്തിന് ഒരു പുരുഷൻ, ഒരാണ്, അയാൾ കട എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അയാൾക്ക് അയാളുടെ ഉമ്മയോ ഭാര്യയോ സഹോദരിയോ മോളോ സാക്ഷ്യം വഹിക്കണം എന്ന് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. കാരണം അവരൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ ഒരു സ്ത്രീ സാക്ഷ്യം വഹിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് പോസിബിൾ ആണോ? യെസ്, അള്ളാഹ് പറയുന്നു ഫൈൻ, അപ്പോൾ ആണെങ്കിൽ, ലം യകൂന, എന്താണ് അവർ അല്ലെങ്കിൽ, യകൂന ഡ്യുവലാണ്. ഓക്കെ, രണ്ട് എന്നുള്ള അർത്ഥമാണ്. അവർ രണ്ടുപേരും അല്ലെങ്കിൽ, അതായത് രണ്ട് സാക്ഷികൾ ആരല്ലെങ്കിൽ, റജുലൈനി, പുരുഷന്മാരല്ലെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷഹീദൈനി പറഞ്ഞിരുന്നു, രണ്ട് സാക്ഷികൾ പുരുഷന്മാരാന്ന് പറയുന്നു. ആ രണ്ട് സാക്ഷികൾ പുരുഷന്മാരല്ലെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ഒരു കാരണത്താല് പുരുഷനല്ലെങ്കിൽ, അപ്പം ഇവിടെ പുരുഷന്മാരല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നാച്ചുറലി സ്ത്രീകളായിരിക്കും അല്ലെ. അപ്പം സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ സാക്ഷ്യം വഹിക്കാവൂ, അങ്ങനെയൊന്നുമില്ല. പുരുഷന്മാരുടെ പ്രസൻസിലും സ്ത്രീകൾക്ക് സാക്ഷ്യം വഹിക്കാം. അത് ആ ഒരു ഇടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആ കടം കൊടുക്കുന്ന ആളുകളുടെ, വാങ്ങുന്ന ആളുകളുടെ ഒക്കെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് ഒരു സ്ത്രീ സാക്ഷി വേണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലാണെങ്കിൽ അതിന് ഒരു സ്ത്രീ സാക്ഷി വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ത്രീ സാക്ഷി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫഇല്ലം യകൂന റജുലൈനി, അതില് രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ അള്ളാഹു പറയുന്നു ഫറജുലുൻ, അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷനും, വമ്രഅത്താനി, രണ്ട് സ്ത്രീകളും. ഇമ്രഅത്താൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്ര എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ അല്ലെ, വുമൺ ആണ് ഇമ്ര എന്ന് പറയുന്നത്. നിസാ സ്ത്രീകളാണ്. അപ്പം ഇമ്രയുടെ ഡ്യുവൽ ഫോം ആണ് ഇമ്രഅത്താൻ.
ഓക്കെ, അപ്പം ഒരു പുരുഷനും 2 സ്ത്രീകളും സാക്ഷ്യം വഹിക്കാം. ഓക്കെ, അപ്പം രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും. ഇനി അവരാരായിരിക്കണം? മിമ്മൻ, ഏതൊരു കൂട്ടരിൽ നിന്ന്, എന്താണ്, തർദൗന, നിങ്ങളെല്ലാവരും തൃപ്തിപ്പെട്ട, ശുഹദാക്കളിൽ നിന്ന്, അതായത് ഷഹീദുകളിൽ നിന്ന്, സാക്ഷികളിൽ നിന്ന്. അപ്പം ഇത് ഏത് ടൈപ്പ് ആൾക്കാരായിരിക്കണം ഷഹീദുകൾ? അതായത് ഒന്നെങ്കിൽ 2 പുരുഷന്മാര് അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും. പക്ഷെ അവർക്കൊരു ക്വാളിറ്റി വേണം. എന്താണ്? അവര് നിങ്ങൾ തൃപ്തിപ്പെട്ടവർ, അതായത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അവരുടെ സത്യസന്ധതയ്ക്ക് ഒരു എക്നോളജ്മെന്റ്. ഓക്കെ, നാട്ടിൽ അവർ അംഗീകരിക്കപ്പെട്ട ആൾക്കാരാണ്, എന്താ, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ, സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള ആ ഒരു ഗുഡ് റെപ്യൂട്ടേഷൻ, നല്ല പേര് അവർക്ക് ആ ഒരു മുസ്ലിം സൊസൈറ്റിയിൽ, ആ ഒരു നാട്ടിൽ ഉണ്ടാവണം. അവിടെ തർദൗന എന്നാ പറഞ്ഞിട്ടുള്ളത്, അതായത് പ്ലൂറൽ ഫോം ആണ്, ബഹുവചനാണ്, ഡ്യുവൽ അല്ല. ഓക്കെ, അതായത് നിങ്ങൾ കടം കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ആണെങ്കിൽ ഡ്യുവൽ, 2 ഫോം, 2 ആണല്ലേ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും തൃപ്തിപ്പെട്ടെന്നല്ല പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിന് തൃപ്തിപ്പെട്ടാന്നാ പറഞ്ഞത്. കാരണം ക്രെഡിറ്റർക്കും ഡെബിറ്റർക്കും, അതായത് കടം കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും തൃപ്തിപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരാം, അല്ലെ? അപ്പൊ ഒരാളെ കൊണ്ടുവരുമ്പോ ഇല്ല അത് ശരിയാവില്ല, ഇയാൾ വേണമെന്ന് പറയാം. അപ്പൊ കട കൊടുക്കുന്ന ആൾ പറയാം ഇല്ല അയാൾ ശരിയാവില്ല, വേറൊരാൾ വേണമെന്ന് പറയാം. അങ്ങനെ അവർക്ക് തൃപ്തിപ്പെട്ട ആൾക്കാരല്ല പറഞ്ഞിട്ടുള്ളത്, മുസ്ലിം ഉമ്മത്തിന് തൃപ്തിപ്പെട്ട, അതായത് ആ ഒരു സമൂഹത്തില് നല്ല പേരുള്ള, സത്യസന്ധതയ്ക്കും ബഹുമാന ആദരവൊക്കെ അർഹിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നിങ്ങൾ ഇതിനെ ചൂസ് ചെയ്യേണ്ടത്. അതായത് 2 പുരുഷനെ അല്ലെങ്കിൽ ഒരു പുരുഷനെയും 2 സ്ത്രീകളെയും. കാരണം ഇവർക്ക് 2 പേർക്ക് ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ തല്ലില് കലാശിക്കും, അല്ലെ? അപ്പൊ മൊത്തത്തില് സമൂഹത്തില് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ സദ്വൃത്തരായിട്ട് അംഗീകരിക്കപ്പെട്ട, സത്യസന്ധരായിട്ട് അംഗീകരിക്കപ്പെട്ട ആൾക്കാരാണ് എന്താക്കേണ്ടത്, സാക്ഷികളായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് പള്ളിയിൽ, അല്ലെ, മൂപ്പര് സ്ഥിരമായിട്ട് പള്ളിയിൽ എല്ലാ വക്തിനും പള്ളിയിൽ ഉണ്ടാവും, റമദാനിലൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മൂപ്പരുണ്ടാവും, അങ്ങനെയുള്ള, അല്ലെ, അപ്പം ഒരു ബഹുമാനം അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് പൊതുവെ സമൂഹത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആൾ അങ്ങനെയുള്ള ഒരാളാണ് എന്ന ഒരു അംഗീകാരം ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ മിമ്മൻ തർദൗന മിനശ്ശുഹദ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഷഹിദ ഇൻദി റിജാലുൻ മർദിയുൻ, ഇത് മർദിയുൻ, തൃപ്തികരമായ, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, അപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്റെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചിരുന്നത്. അതായത് സഹാബാക്കളെ റെഫർ ചെയ്തിട്ടാണ്. അതിനകത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പ്രത്യേകം എടുത്തു പറയപ്പെടാറുണ്ട്. അപ്പം സമൂഹത്തിലെ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർ. അപ്പം ഇവിടെ ആരാണ് സാക്ഷികള്? 2 പുരുഷന്മാര് അല്ലെങ്കിൽ 2 പുരുഷനും 1 സ്ത്രീയും. ഇനി ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് സ്ത്രീകൾ മാത്രം സാക്ഷികളാവാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം 2 പുരുഷന്മാരെന്ന് പറഞ്ഞു, അല്ലെ, അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർക്ക് പോയ 2 സ്ത്രീകൾ മാത്രം സാക്ഷിയാവാൻ പറ്റുമോ? പറ്റൂല, അല്ലെ? പറഞ്ഞിട്ടുണ്ട് 1 പുരുഷനും 2 സ്ത്രീയും. എന്നാ പിന്നെ പോട്ടെ, 4 സ്ത്രീകൾക്ക് സാക്ഷിയാവാൻ പറ്റുമോ? കാരണം ആദ്യത്തെ പുരുഷനെ നമ്മൾ 2 സ്ത്രീകളെ വെച്ച് റീപ്ലേസ് ചെയ്തു, രണ്ടാമത്തെ പുരുഷനെയും 2 സ്ത്രീകളെ വെച്ച് റീപ്ലേസ് ചെയ്തു. അങ്ങനെ 4 സ്ത്രീകൾക്ക് പറ്റുമോ? പറ്റൂല. കാരണം ഇവിടെ ഒരു സ്ത്രീയുടെ സാക്ഷ്യം പുരുഷന്റെ സാക്ഷ്യത്തിന്റെ പകുതി എന്നുള്ള കണക്കല്ല. ഓക്കെ, ഇവിടെ 2 അതായത് ഒരു പുരുഷനും 2 സ്ത്രീകളും, അതായത് ഒറിജിനലി 2 പുരുഷന്മാരായിരുന്നു, അതിനകത്ത് ഒരു പുരുഷന്, അതായത് സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ 2 സ്ത്രീകളെ കൊണ്ടുവരാം. കാരണം ഫിനാൻഷ്യൽ കാര്യങ്ങൾ വരുമ്പം, സാമ്പത്തിക ഇടപാടുകൾ വരുമ്പം ആർക്കാ ഉത്തരവാദിത്വം? പുരുഷനാണ്, അല്ലെ? അതിനർത്ഥം സ്ത്രീക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ അതിന്റെ ലോഡ് ആരുടെ തലയിലാണ്? പുരുഷന്മാരുടെ തലയിൽ, അല്ലെ? സാമ്പത്തിക ഇടപാടുകളുടെ, ഒരു കുടുംബത്തിന്റെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും രാജ്യത്തിന്റെ ആണെങ്കിലും ഒക്കെ സാമ്പത്തിക ഇടപാടുകളുടെ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാ കൊടുത്തിട്ടുള്ളത്? പുരുഷന്മാർക്ക്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ പുരുഷൻ അതിന്റെ ഭാഗമായിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഒരു പുരുഷനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പകരം 2 സ്ത്രീകളെ കൊണ്ടുവരാം. പക്ഷേ സ്ത്രീ മാത്രമായിട്ട് പറ്റൂല. ഇനി എന്തുകൊണ്ടാണ് 2 സ്ത്രീകൾ പുരുഷന് പകരം? എന്തുകൊണ്ട് ഒരു പുരുഷനും പിന്നെ ഒരു സ്ത്രീയും പോരെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കാരണം പറയുന്നുണ്ട്, അല്ലെ? എന്താണ്? അങ്ങനെ ആയാൽ എന്താണ്? തദില്ല, അവൾക്ക് തെറ്റ് പറ്റിപ്പോയാൽ, ഓക്കെ, ഒരു മിസ്റ്റേക്ക് അവളുടെ സൈഡിൽ നിന്ന് വന്നു പോയാൽ, തദില്ല, ലാം ദൊലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗെറ്റ് ലോസ്റ്റ്, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോവുക, അല്ലെങ്കിൽ പിഴച്ചു പോവുക, തെറ്റിപ്പോവുക എന്നൊക്കെ അർത്ഥം.
ആള് നല്ല രീതിയിൽ സാക്ഷിയൊക്കെ വഹിച്ച്, പക്ഷെ ഇടക്ക് മൂപ്പർക്ക് അങ്ങോട്ട് മറന്നുപോയി. പിന്നെ ഈ 2000 ആണോ 20,000 ആയിരുന്നോ എമൗണ്ട് അല്ലെ? നമ്മൾ സ്ത്രീകൾ പൊതുവേ ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര മിടുക്കന്മാരാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റിക്കാനും അല്ലെ, ഓർമ്മപ്പശവ് പറ്റാനും. കാരണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, നമ്മളെ ഭാഗത്ത് ഈ ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം അല്ലേ എന്നുള്ളത് കൊണ്ട് നമ്മൾ തലയിൽ വെക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയും ജനറലി കൂടുതലാണ്. അല്ലാത്തവരുണ്ടാവും, അത് നമ്മൾ മാറ്റി നിർത്തുന്നത്. പക്ഷെ പൊതുവെ സ്ത്രീകളുടെ ഒരു നേച്ചറിൽ ഇത് അങ്ങനെ തെറ്റിപ്പോവാനും മാറിപ്പോവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അൻതദില്ല ഇഹ്ദാഹുമ. അപ്പം അവർ രണ്ടുപേരിൽ ഒരാൾക്ക്, ഇഹ്ദാഹുമ അവർ രണ്ടുപേരിൽ ഒരാൾക്ക് തെറ്റിപ്പോയാല്, ഒരു മിസ്റ്റേക്ക് പറ്റിയാല്, ഫതുദക്കർ മറ്റേ ആള് അല്ലെ, ഫതുദക്കർ അവൾ ഓർമ്മിപ്പിക്കും. ആരാ ഓർമ്മിപ്പിക്കുക? ഇഹ്ദാഹുമ അവർ രണ്ടുപേരിൽ, ഉഹ്റ മറ്റേ ആൾ. ഓക്കെ, അപ്പൊ രണ്ടുപേരിൽ ഒരാൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാല് അവൾ ഓർമ്മിപ്പിക്കും. ഏതാള്? ആ രണ്ടുപേരിൽ മറ്റേ ആള് ഓർമ്മിപ്പിക്കും, ഒരാൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാല്. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 2 പുരുഷന്മാരല്ലേ, അല്ലെങ്കിൽ ഒരു പുരുഷനും പകരം 2 സ്ത്രീകളും. ഈ 2 സ്ത്രീകൾ വരുന്ന കേസിൽ ഇവിടെ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് സാക്ഷ്യം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതായത് 2 പേരും പറയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഇത്ര എമൗണ്ട് ഇന്ന ദിവസം വാങ്ങി, അത് ഇന്ന ദിവസം ഇത്ര അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ആൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് പറയല്ല ചെയ്യുന്നത്. ഒരാളാണ്, സ്ത്രീകൾ 2 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളാണ് സാക്ഷ്യം വഹിക്കുന്നത്. മറ്റേ ആളെ എന്തിനാണ്? അവൾക്ക് സപ്പോർട്ടിന് അല്ലെ, അവൾക്ക് ഇനി അഥവാ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് സാക്ഷ്യം കൊടുക്കുമ്പോഴും പിന്നീട് ആ സാക്ഷ്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്യാനുള്ള അനുവാദം അവിടെയുണ്ട്. അപ്പൊ ബേസിക്കലി ഇവിടെ 2 സാക്ഷ്യം തന്നെ ഇപ്പോഴും ഉള്ളൂ. ഓക്കെ, 2 പുരുഷനാണെങ്കിൽ 2 സാക്ഷ്യം, ഒരു പുരുഷനും 2 സ്ത്രീ ആണെങ്കിലും 2 സാക്ഷ്യങ്ങളേ ഉള്ളൂ. അവിടെ 2 സ്ത്രീകളിൽ ഒരാളാണ് സാക്ഷ്യം കൊടുക്കുന്നത്, ഒരാള് അവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തിരുത്താൻ എന്ന പോലെ അവളുടെ സപ്പോർട്ടിനാണ്. അൻതദില്ല ഇഹ്ദാഹുമ വതുദക്കർ ഇഹ്ദാഹുമ അൽ ഉഖ്റ തുദക്കിറു ഇഹ്ദാഹുമ അൽ ഉഖ്റ. ഇനി എന്തുകൊണ്ടാണ് അവള് മറന്നുപോയ അവളെ മറ്റവളെ ഓർമ്മിപ്പിക്കും എന്ന പുരുഷന്റെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അവനെന്താ മറന്നുപോയിക്കൂടെ? നാച്ചുറൽ ആണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇവിടെ പുരുഷന്റെ കാര്യം വരുമ്പം ഓരോരുത്തരുടെയും സാക്ഷ്യം സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പുരുഷനാണെങ്കിൽ 2 സാക്ഷ്യം. ഓക്കെ, നമുക്ക് 2 സാക്ഷിയാണ് ബേസിക്കലി വേണ്ടത്. അപ്പം ഒരു കടമിടപാട് നടന്നു, ഒരു ഫസ്റ്റ് പുരുഷൻ പറയാണ് അത് 20,000 ഉറുപ്പ്യന്റെ ഇടപാടാണ് അവിടെ നടന്നത്, എന്നാൽ മറ്റേ ആള് പറയാണ് ഇത് 25,000ന്റെ ഇടപാടാണ് നടന്നത്. ഓക്കെ, അപ്പൊ 2 സാക്ഷികൾ അവിടെ വരാണ്. അപ്പം അങ്ങനെ 2 സാക്ഷ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ ഒരു പുരുഷനും 2 സ്ത്രീയും ഉള്ള കേസ് വരാന്ന് വെച്ചോ. അപ്പം ഇവിടെ പുരുഷൻ പറയും 20,000ന്റെ ഇടപാടാണ് വരുന്നതെന്ന്. അപ്പോൾ മറ്റേ സ്ത്രീകളിൽ ഒരാളാണ് സാക്ഷ്യം കൊടുക്കുന്നത് അല്ലെ, അപ്പൊ സ്ത്രീ പറയാണ് ഇവിടെ 20,000ത്തിന്റെ ഇടപാടാണ് നടന്നതെന്ന്. പക്ഷെ അപ്പൊ മറ്റവൾ ഓർമ്മിപ്പിക്കുക, അല്ലല്ലോ 20,000 അല്ലല്ലോ 25,000 ആയിരുന്നില്ലേ അല്ലെ. അപ്പം അവളൊന്ന് കറക്റ്റ് ചെയ്യണം, ഇല്ല അത് 25,000 ആണ്, അപ്പൊ അത് 25,000 ആക്കി. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല്, പുരുഷന്മാര് 2 പേരാണെങ്കിൽ അല്ലെ, അവരിൽ ഒരാളും ടെസ്റ്റിമോണി, ഒരാളുടെ സാക്ഷ്യം മറ്റൊരാളുടെ സാക്ഷ്യത്തിന് കോൺട്രഡിക്ടറി ആണെങ്കിൽ, ഓപ്പോസിറ്റ് ആണെങ്കിൽ അവരുടേത് അങ്ങനെ തന്നെ അങ്ങോട്ട് റിജക്ട് ചെയ്തേക്കും. കാരണം അവരുടെ മേൽ ആ ഉത്തരവാദിത്തം ഹെവിയാണ്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പം അവളൊന്ന് തെറ്റി പറഞ്ഞു പോയാൽ, 25 എന്നുള്ളത് 20 എന്ന് പറഞ്ഞു പോയാൽ അവൾക്ക് മറ്റവളെ തിരുത്തി കൊടുക്കാനുള്ള ഒരു അവസരം അവിടെ ഒന്നും കൂടെ ലൈറ്റ് ആക്കി കൊടുക്കുകയാണ് അവൾക്ക്. അവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അവിടെ അതാണ് എടുക്കുക. അതും ആദ്യം പറഞ്ഞ പുരുഷൻ്റെതുമായിട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ റിജക്ട് ചെയ്യും. അതായത് 2 പേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സാക്ഷ്യം വഹിച്ചതിന് ശേഷവും തെറ്റിപ്പോയാൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ റിജക്ട് ചെയ്യുള്ളൂ. പുരുഷന്റെ കേസിൽ അവൻ ഡയറക്റ്റ് കൊടുക്കുന്ന സാക്ഷ്യം, അവൻ ഒരൊറ്റ ആള് കൊടുക്കുന്ന സാക്ഷ്യം തെറ്റാണെങ്കിൽ അവിടെ റിജക്റ്റ് ആവും. മനസ്സിലായോ? അപ്പം 2 പുരുഷന്മാര് സാക്ഷ്യം വഹിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും. ഒരു പുരുഷനും 2 പുരുഷന്മാർ സാക്ഷ്യം വഹിക്കുമ്പോൾ 2 പേരും പറയാണ് ഇത്ര എമൗണ്ട് ഇന്ന ഡേറ്റിൽ കൊടുക്കണം. ഓക്കെ, ഓരോരുത്തരും എന്താ എമൗണ്ട് പറയുന്നത് നോക്കും, ചെക്ക് ചെയ്യും. ഇനി ഒരു പുരുഷനും 2 സ്ത്രീകളും ഉള്ള കേസിൽ പുരുഷൻ ഒന്ന് പറയും, സ്ത്രീ ഇനി ഒന്ന് പറഞ്ഞാലും അവളുടെ കൂടെയുള്ള സ്ത്രീക്ക് അവളെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് കറക്റ്റാന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവള് ഉണ്ടാവും. അപ്പൊ പുരുഷന്റെ കേസിൽ അവൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അപ്പോഴേ റിജക്ട് ചെയ്യും, സ്ത്രീയുടെ കേസിൽ ഈ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു അനുവാദം ഉണ്ട്. ഓക്കെ, അപ്പം 2 ടെസ്റ്റിമോണി അല്ലെങ്കിൽ 2 സാക്ഷ്യമാണ് വേണ്ടത്. ഇനി
എന്തുകൊണ്ടാണ് രണ്ട് സ്ത്രീകൾക്കും കൂടെ ഒരു സാക്ഷ്യം കൊടുക്കാനും ഒരു പുരുഷന് ഒറ്റയ്ക്ക് ഒരു സാക്ഷ്യം കൊടുക്കാനും ഉള്ള ആ ഒരു ബാധ്യത എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എളുപ്പം തരാണ്. അള്ളാഹ് വളരെ ജെന്റിലായിട്ട്, വളരെ ലവിങ് ആയിട്ട്, വളരെ കെയറിങ് ആയിട്ട് നമ്മളെ സ്ത്രീകളെ ഹാൻഡിൽ ചെയ്യാണ്. നിങ്ങൾ അത് ഈസിയാക്കി എടുക്കുമോ? നിങ്ങൾ ഒറ്റയ്ക്ക് അത് തലയിൽ വെക്കണ്ട അല്ലേ? പക്ഷെ നമ്മളോ, അത് നീതിയല്ല, അത് ഈക്വാലിറ്റി അല്ല, പുരുഷൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണ് നമ്മളെ വാദം അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെ? ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെടുത്ത തലയിൽ വെക്കണ്ട. നമുക്ക് സ്ട്രിക്റ്റ് ആക്കണം കൂടുതൽ കാര്യങ്ങൾ, പുരുഷന് തുല്യമായിട്ടുള്ള അവകാശം കിട്ടണം എന്നാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോവാണ്, ഓക്കെ, നമുക്കൊന്ന് ബാത്റൂമിൽ പോകണം. എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ ആരെങ്കിലും കൂടെ കൊണ്ടുപോകും അല്ലെ? താത്തനെയോ ഉമ്മനെയോ ആരെങ്കിലും കൊണ്ടുപോകും. എന്തിന്? നമ്മൾ ഷോള് പിടിക്കാൻ, ബാഗ് പിടിക്കാൻ പുറത്തൊരാൾ നിൽക്കുന്നുണ്ടോ? എന്നാൽ പുരുഷന്മാർക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ അവരെണീറ്റ് അവരെ കാര്യത്തിന് അങ്ങോട്ട് പോകും അല്ലെ? അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനും വേറൊരാളെ കാത്തു നിൽക്കുന്ന പരിപാടി അവർക്കില്ല. അവർ ഒറ്റയ്ക്ക് തന്നെ അതിന് എഫിഷ്യന്റ് ആണ്. നമ്മളിപ്പോ ആരെങ്കിലും ഒരാള് ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് നോക്കി നിന്നിട്ട് ആ ഒരു മഫ്തന്റെ പിന്നൊന്ന് അങ്ങോട്ട് കുത്തിനെങ്കിൽ നല്ലതാണ്, ഇതൊന്ന് ഇങ്ങോട്ടാക്കിനെങ്കിൽ നല്ലതാണെന്ന് അറിയില്ല. പുരുഷന്മാർ ആരെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിന്റെ താടി ഒന്ന് ഇത്തിരി വളഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്, ഒടിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറയോ? അവരൊരു പണി ചെയ്തിട്ട് അങ്ങോട്ട് പോകും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ നേച്ചർ ഇതാണ്. നമുക്ക് എല്ലാത്തിനും ഒരു സപ്പോർട്ട് അല്ലെ? നമുക്കൊന്ന് ടൗണിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ, നീ ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ, നമുക്ക് എന്നൊക്കെ ഒന്നിച്ചു പോവാ അല്ലെ? നമുക്ക് ഷോപ്പിങ്ങിന് ഒന്നിച്ചു പോവാ. പുരുഷന്മാരാണെങ്കിൽ അവരെ പണി അവർ തീർത്തിട്ട് അവരിങ്ങോട്ട് വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഒരു സപ്പോർട്ട് വേണം. നമ്മൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു ബാത്റൂമിൽ പോകാൻ നമ്മുടെ നേച്ചറിന്റെ ആവശ്യമാണ് അല്ലെ? ബാത്റൂമിൽ പോക്ക്, അതിന് പോലും നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ആ ഒരു സെക്യൂരിറ്റി നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ ഭാരപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു സപ്പോർട്ടിനെ തന്നെങ്കിൽ അത് അള്ളാഹിന്റെ കാരുണ്യം അല്ലാതെ വേറെ എന്താ അല്ലെ? നമ്മുടെയൊക്കെ മനസ്സിൽ പോയിട്ടുണ്ടാവും. അതെന്താ അവിടെ ഒരു ഈക്വാലിറ്റി? പെണ്ണെന്താ ഓർമ്മക്കുറവുള്ളവളോ? പെണ്ണെന്താ തെറ്റുപറ്റുന്നവളോ അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവൻ റബ്ബാണ്. റബ്ബിനറിയാം നമ്മൾ എന്താന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് പറയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട, നിങ്ങൾ ഒരു സപ്പോർട്ടിനെ എടുത്തോ. പക്ഷെ പുരുഷൻ അവൻ ഒറ്റയ്ക്ക് പറയണം. അവൻ തെറ്റിക്കഴിഞ്ഞാൽ അവൻ്റെത് അപ്രൈറ്റ് റിജക്ഷൻ ആണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ അല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും കേട്ടോ, ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ ചെയ്യുന്നവർ. കാരണം ഓരോ സമൂഹം അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെ അത് വളരെ എല്ലാ കാര്യത്തിലും എക്സെപ്ഷൻ ഉണ്ട് അല്ലെ? നമ്മൾ ഈവൻ നിയമങ്ങൾ പറയുമ്പോഴും നമ്മൾ എക്സെപ്ഷൻസ് പറയാറുണ്ട്. പക്ഷെ ജനറൽ സ്ത്രീകളുടെ നേച്ചർ ഇതാണ്. അതുകൊണ്ട് അവൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ. ഇനി വേറൊരു റീസണും കൂടെ വരാം. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, പൊതുവെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ ഈ പലിശയുടെ കാര്യം അതും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ പലരും നിസ്സഹായരാണ്. പലർക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വരുമ്പം അത് തിരുത്തണം എന്നുണ്ട്. പക്ഷെ അവരുടെ പല കാര്യങ്ങളും പലരുടെ മേലും ഡിപ്പെൻഡന്റ് ആണ്. അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയിൽ നിന്ന് ഉടനടി മാറി നിൽക്കാൻ അവർക്ക് പറ്റൂല അല്ലെ? ഞങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട്, ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നുണ്ട്, മൂപ്പർ എടുക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട്, അവരെടുക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു നിസ്സഹായത നമുക്ക് ത്രൂ ഔട്ട് കാണും അല്ലെ? പൊതുവെ നമ്മൾ എല്ലാവരും ഡിപ്പെൻഡന്റ് ആണ്. ആരെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് സ്ത്രീകൾ അല്ലെ? അപ്പം ഇതുപോലെ ഒരു സാക്ഷ്യത്തിന്റെ കാര്യം വരുമ്പോ അവളുടെ പുരുഷൻ ആരാണോ, ആരുടെ മേലാണോ അവള് ഡിപ്പെൻഡന്റ് ആണ്, അവര് പറയാണ് അവിടെ അത് ശരിക്കും 20,000-ന്റെ ആണ്, പക്ഷെ നീ 25,000 എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ നീ ഇങ്ങോട്ട് കേറണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടില്ലേ അവള്? അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം കൂടെ നിൽക്കുന്ന അവളുടെ കൂടെ സാക്ഷ്യം വഹിക്കുന്ന പെണ്ണ് പറയാം, അല്ല കേട്ടോ, 25,000 അല്ല, 20 തന്നെയാണ്. അപ്പൊ എന്തായി? അവർക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ തീരുമാനം അവിടെ എടുക്കാൻ പറ്റി അല്ലെ? അവളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു സംഭവം കുറവാണ് സ്ത്രീക്ക്. അപ്പം ആ ഒരു രീതിയിൽ അവൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ലീനിയന്റ് ആവുകയാണ് ഇവിടെ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മളുടെ തന്നെ എളുപ്പത്തിന് വേണ്ടി, അതുപോലെ ഒരുപാട് കാരണങ്ങൾ അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴും അൽഹംദുലില്ലാഹ് അവിടെ നമുക്ക് മനസ്സിലാവുന്നതും മനസ്സിലാകാത്തതുമായ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറയണ അവൾക്കൊന്ന് തെറ്റുപറ്റിപ്പോയ, ആ തെറ്റുപറ്റുന്നതിന് പല കാരണങ്ങളാവാം. ഈ പറഞ്ഞ പോലെ ടെൻസ്ഡ് ആവുന്നതാവാം അവളല്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാണ്ട്, പക്ഷേ ഇത് വലിയൊരു കാര്യമല്ലേ? കാരണം ഈ സാക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ കോടതിയിലൊക്കെ പോയി പറയേണ്ട ഒരു സിറ്റുവേഷൻസും വന്നേക്കാം. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പം അവള് ടെൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാം. അള്ളാഹ് പറയണ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ അവള് നിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് ഫിനാൻഷ്യൽ കാര്യങ്ങളിലേ ഉള്ളൂ കേട്ടോ.
മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പം പലപ്പോഴും സ്ത്രീകളുടെ ഒറ്റപ്പെട്ട സാക്ഷ്യം മതിയാവും. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഫാമിലിയിലോ ഒക്കെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് കൂടുതൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്? സ്ത്രീകളാണ് അല്ലേ? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവാണ്, ആലപ്പുഴ പോവാണ്, അപ്പൊ ഭാര്യ പറയണം അവിടെ നമ്മളെ മറ്റേ അമ്മായിന്റെ മൂത്താപ്പന്റെ പേരക്കുട്ടി അവിടെ ഉണ്ട് അല്ലേ, അവിടെ ഒന്ന് പോണം. അപ്പൊ ഭർത്താവ് അങ്ങനെ ഒരു അമ്മായി നമുക്കുണ്ടോ? ഭർത്താവിന് മിക്കവാറും അത് അറിയണ്ടാവില്ല അല്ലെ. ആർക്കാ അതറിയാ? സ്ത്രീകൾക്കാണ് അറിയാം. അവർക്കാണ് ബന്ധങ്ങളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ, അല്ലെ ഭാര്യക്കായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ പലപ്പോഴും ഫാമിലി സംബന്ധമായിട്ടുള്ള, കുടുംബ ബന്ധപരമായിട്ടുള്ള പല നിയമങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ സ്ത്രീ ഒറ്റയ്ക്ക് മതി. എസ്പെഷ്യലി അല്ലെ, ഈ മുലകുടി ബന്ധത്തിന്റെ കാര്യത്തില് സ്ത്രീന്റെ സാക്ഷ്യം ഒറ്റ സ്ത്രീയുടെ സാക്ഷ്യം മതി ആ കാര്യത്തില്. സുബ്ഹാനല്ലാഹ്. അതിനൊരു ഉദാഹരണമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സ്ത്രീ ഒരുപാട് കുട്ടികളെ ഇതുപോലെ അവര് നഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് മുല കൊടുത്തിട്ടുണ്ട് അവർക്ക്, ഒരുപാട് കുട്ടികൾക്ക്. അപ്പം അവര് അന്നത്തെ കാലത്ത് അങ്ങനെ നടക്കാറുണ്ടല്ലേ, സ്വന്തം മക്കളല്ലാത്തവരുടെ പല പല കാരണത്താൽ അവര് നഴ്സ് ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇതുപോലെ ഈ ഒരു സ്ത്രീ കുറെ കുട്ടികൾ വന്നപ്പം നമുക്കറിയാം, ഈ മുലകുടി ബന്ധത്തിലൂടെ ആ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വേറെ വേറെ ഉമ്മന്റെയും വാപ്പാന്റെയും ഒരു മോനും ഒരു മോളും ആണെങ്കിൽ അവര് തമ്മിൽ പിന്നെ ആ ഒരു എന്താ പറയാ, ശരിക്കും ഫോസ്റ്റർ ബ്രദർ ഫോസ്റ്റർ സിസ്റ്റർ, അതായത് മുലകുടി ബന്ധത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട സാഹോദര്യം ഉണ്ടല്ലേ, അവർ തമ്മിൽ മെഹ്റമാണ്, അവർക്ക് വിവാഹം ചെയ്യാൻ പറ്റൂല. അപ്പം ഇങ്ങനെ ഈ ഒരു സ്ത്രീ മുല കൊടുത്ത ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം ചെയ്തതായിട്ട് അവര് കണ്ടെത്തി. ഓക്കെ. അപ്പം അവര് ഈ സ്ത്രീ പറയും പറ്റില്ല, ഞാൻ അവർക്ക് രണ്ടുപേർക്കും ഞാൻ മുല കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഈ വിവാഹം നിലനിൽക്കൂല. അപ്പം ഈ ഒരു സ്ത്രീയുടെ സാക്ഷ്യം ഒറ്റയ്ക്ക് ആക്സെപ്റ്റഡ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. വേറെ ഒരു പുരുഷനെ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമേ വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഇതുപോലെ പല നിയമങ്ങളിലും ഒരു സ്ത്രീ മാത്രം സാക്ഷിയാകുന്ന ഒരു കാര്യം വരുമ്പം അവിടെ അതും സ്വീകാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഇടപാടാണ്. അതിന്റെ ബാധ്യത പുരുഷനാണ്. ഓക്കെ. അല്ലാതെ ഇസ്ലാമിന് സ്ത്രീകളോട് അവഗണന ഉണ്ടായിട്ടോ സ്ത്രീകളെ അടിച്ചമർത്തുന്നതായിട്ടോ ഒന്നുമല്ല. സ്ത്രീകൾക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, എക്സ്ട്രാ കെയർ, എക്സ്ട്രാ കംഫർട്ട്, എക്സ്ട്രാ സേഫ്റ്റി, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അവൾ ദുരുപയോഗപ്പെടുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളെല്ലാം. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഫതുദക്കിർ ഇഹ്ദാഹുമൽ ഉഖ്റ. ഇനി ഈ ഒരു സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അവസരമൊന്നും അല്ലല്ലേ, ശരിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും കോടതിയിൽ പോയി നോക്കിയിട്ടുണ്ടോ? പല കാര്യങ്ങളിലും സാക്ഷ്യം വഹിക്കുന്നത് ഭയങ്കര സീരിയസ് ആണ് അല്ലെ, അവിടുത്തെ സീൻ. സുബ്ഹാനല്ലാഹ്. ഇനി പോയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടിവിയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ, അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പം അല്ലെങ്കിൽ ഉത്തരങ്ങൾ പറയപ്പെടുമ്പം സാക്ഷ്യം കൊടുക്കപ്പെടുമ്പം സുബ്ഹാനല്ലാഹ്, കരച്ചിലും ഇമോഷൻസും അല്ലെ, കൺട്രോൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാവരെയും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് തൊട്ട്. അപ്പം ഒരു സ്ത്രീക്ക് അവിടെ ഒറ്റയ്ക്ക് ചെന്ന് നിന്നിട്ട് ഒരു വാക്ക് തുറന്ന് പറയാൻ പോലും സുബ്ഹാനല്ലാഹ് ശരിക്കും വിറയ്ക്കും, അവളെ ഒലച്ചു കളയും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ അവൾക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അവളുടെ അടുത്ത് ഇതാ കുഴപ്പമില്ല, നിന്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്, രണ്ടുപേരും കൂടെ പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. എവിടെയാണ് അള്ളാഹിന്റെ കാരുണ്യം അല്ലെ? എത്രത്തോളം ചിന്തിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങള് നമ്മൾ കാറ്റിപ്പറത്തിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹ് പറയാണ് വലാ യഅ്ബശുഹദാ. ഓക്കെ. ഷുഹദാക്കള്, അതായത് സാക്ഷ്യം വഹിക്കുന്നവര് അവര് റിഫ്യൂസ് ചെയ്യരുത്, നിരസിക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതമ എപ്പോഴൊക്കെ അവര് വിളിക്കപ്പെടുന്നു. അപ്പം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടാല് അവര് നിരസിക്കരുത്. ഓക്കെ. എപ്പോഴാണ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെടുക? മെയിനായിട്ട് ഈ ഒരു കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് അല്ലെ. ഓക്കെ. ഇന്ന ആളുടെ അടുത്തുനിന്ന് ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു എഴുതുന്ന സമയത്ത് നമ്മളൊരു പള്ളിയിൽ വെച്ചിട്ടാണ് ഇത് എഴുതുന്നത് നോക്കുക. കടക്കാരനും ഉണ്ട്, കടം വാങ്ങുന്ന ആളുണ്ട്, കൊടുക്കുന്ന ആളുണ്ട്, സാക്ഷിയുണ്ട്. അവര് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കുകയാണ്. നിങ്ങളൊന്ന് വരണം, ഒന്ന് അതിനകത്ത് അതൊന്ന് കേട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ സാക്ഷ്യം വഹിക്കണം എന്ന് പറയുന്നിട്ട് ഒന്ന് സൈൻ ചെയ്യണം അല്ലെ. അപ്പം
മാഷാഅല്ലാ നമ്മൾ ചെല്ലുന്നു, എന്നിട്ട് അത് എഴുതുന്നു, ഒപ്പിടുന്നു, ഒരു കോപ്പി സാക്ഷിക്കും കൊടുക്കും, അല്ലെ, ഒരു കോപ്പി, അങ്ങനെ കോപ്പികളൊക്കെ അവിടെ വെക്കും. പക്ഷെ നമ്മൾ ഒരാൾ വന്ന് വിളിക്കുകയാണ്, ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കടം എഴുതാനുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലേ എന്നെ ഇന്നൊക്കെ ഒഴിവാക്കിക്കേ, ഇറ്റാ ഇടങ്ങേറ് വിളിച്ചതിലേക്കൊന്നും എന്നെ വിളിക്കേണ്ട, നിങ്ങളെ പൈസ ഇറ്റാ ഒരു ഇടങ്ങേറിലേക്ക് ഞാനില്ല, എന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിക്കേ എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു പറയുന്നു, നിങ്ങൾ നിരസിക്കരുത്. നിങ്ങളുടെ സഹോദരന്, നിങ്ങളുടെ സുഹൃത്തിന് ഒരു സഹായം ആവശ്യമുണ്ട്, ഓക്കെ, നിങ്ങളുടെ സഹോദരിക്ക് സഹായം ആവശ്യമുണ്ട്, പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ, അവർക്ക് നിങ്ങളുടെ സഹായം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിഫ്യൂസ് ചെയ്യരുത്. നിങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകണം. ഇനി സാക്ഷ്യത്തിന് പോയിന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസയൊന്നും എടുത്ത് കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് സാക്ഷ്യം വഹിച്ചാൽ മതി. അത് അവർക്ക് ആ ഒരു ഇടപാടിനെ നമ്മളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം സാക്ഷ്യത്തിന് വിളിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു, അതായത് എഴുതുന്ന സമയത്ത്. ഇനി സെക്കൻഡ് ടൈം, അത് വളരെ റെയർ ആണ്. അള്ളാഹു അങ്ങനെ ആർക്കും ആ ഒരു പ്രയാസത്തിലേക്ക് ഉണ്ടാക്കാതിരിക്കട്ടെ. അതായത് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അതൊരു കോർട്ടിലേക്കൊക്കെ വിളിക്കുന്ന, അല്ലെ, ഒരു ഇസ്ലാമിക് കോർട്ടായിക്കോട്ടെ, അല്ലാത്ത കോർട്ടായിക്കോട്ടെ, അവിടെയൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം, അവിടെ ഈ എഴുതപ്പെട്ട ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാവും, സാക്ഷികൾ പറയണം, ആ യെസ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പം നമ്മൾ ഇതുപോലെ ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഫോർജ് ചെയ്തിട്ട് തിരുത്തിയിട്ടൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാലത്ത് ഇഷ്ടംപോലെ ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെ. അപ്പം സാക്ഷിനെ വിളിക്കുകയാണ്, വീണ്ടും ഒന്ന് വരുമോ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം സാക്ഷി എന്നിട്ട് പറയും, യെസ് ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള കടമിടപാടിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രസന്റ് ആയിരുന്നു എന്ന് പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും കൂടെ ഒരു പക്ഷേ വിളിച്ചേക്കാം. അപ്പം വിളിച്ചാൽ പോവാതിരിക്കോ? ഇല്ലേ, നിങ്ങൾ എടുങ്ങാറിനോ നിങ്ങൾക്ക് കഴിയൂലേന്ന് പറയാൻ പറ്റുമോ? നോ, അതായത് നിരസിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഒരു സാക്ഷിനെ വിളിക്കപ്പെട്ടാൽ, ഓക്കെ, അത് എഴുതുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ലേറ്റർ പിന്നീട് ഒരു ആവശ്യം വരുമ്പോഴാണെങ്കിലും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ അതിനെ നിരസിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു റിപ്പോർട്ടിനകത്ത്, തിർമിദിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിഖൈരി ശുഹദാഇ അല്ലദീ യഅതി ബിശ്ശഹാദതി ഖബ്ല അൻ യുസ്അലഹ. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷഹീദ്, അത് സാക്ഷികളെ കുറിച്ച് ഞാൻ പറയട്ടെ, അവരെന്താണ്, വിളിക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തയ്യാറുള്ള ആളുകളാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാണ്, നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ഒരു കടമിടപാട് നടത്തണം, അവർക്കൊരു സാക്ഷി ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എന്നാ പിന്നെ ഓൾ എന്നെ വിളിക്കട്ടെ എന്നിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കരുത്. അതേപോലെ നമ്മൾ സാക്ഷ്യം വഹിച്ച ഒരു കേസ് പിന്നീട് അവർ തമ്മിൽ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത, അപ്പൊ ഞാൻ മിണ്ടാണ്ട് ഒരെന്താ ചെയ്തോട്ടെ, ചെയ്യാൻ പാടില്ല. നമ്മൾ പോയി നമ്മൾ സത്യസന്ധമായിട്ട് ആ സാക്ഷ്യം അവിടെ പറയണം. വലായ ബശ്ഹദാഉ ഇദാ മാ ദഉ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തസ്അമു. നമ്മൾ തിരിച്ച് എഴുത്തിലേക്ക് പോവാണ്. ഓക്കെ, സാക്ഷ്യം ഇവിടെ തൽക്കാലം കഴിഞ്ഞു, എഴുത്തിലേക്ക് പോവാണ്. അള്ളാഹു പറയുന്നു, വലാ തസ്അമു, സീൻ ഹംസ മീം. സഅം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ട് ക്ഷീണിക്കുക, മടുക്കുക, ബോറടിക്കുക. ഓക്കെ, എത്ര പ്രാവശ്യം ഇതന്നെ ചെയ്യുന്ന, അല്ലെ, അങ്ങനെ ബോറടിക്കുന്നതിനാണ് സഅം എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു പറയണ, വലാ തസ്അമു, നിങ്ങൾ ബോറടിക്കരുത്, നിങ്ങൾ ക്ഷീണിച്ച് നിർത്തരുത്. അൻ തക്തുബു, നിങ്ങൾ എഴുതുന്ന കാര്യം, അതായത് ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മടി വിചാരിക്കേണ്ട. സ്വഗീറൻ, അത് ചെറുതായിക്കോട്ടെ, ഔ കബീറൻ, അത് വലുതായിക്കോട്ടെ. അപ്പൊ ട്രാൻസാക്ഷൻ, ഈ എഴുത്ത് കടമിടപാട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കരുത്. എത്രയായി മതി, ഇനി എഴുതണ്ട എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതാണ്. ഇല അജലിഹി, അതിന്റെ സമയം വരെ. ഓക്കെ, അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും, അല്ലെ, ആ സമയം വരെ അത് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കരുത്. ഓക്കെ, അപ്പം അത് എഴുതപ്പെടണം. കാരണം എന്താ? ദാലിക്കും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അഖ്സത്തു ഇൻദല്ലാഹ്, അഖ്സത്ത് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ എന്താണ്? അഖ്സത്താണ്. ഖാഫ് സീൻ ത്വ, ജസ്റ്റിസ്, നീതിയാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ നീതി. അപ്പൊ അള്ളാഹിന്റെ കാഴ്ചയിൽ ആ എഴുതുന്നതാണ് കൂടുതൽ നീതിപൂർവകം. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരും അവനവനെ അർഹിക്കുന്നത് കൊടുക്കുന്നതിനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും, അല്ലെ, അവനവനെ അർഹിക്കുന്ന അവനവന്റെ ഷെയർ, നസീബ് അവനവന് കൊടുക്കുക. അപ്പം അതാണ് അള്ളാഹിന്റെ മുമ്പിൽ കൂടുതൽ നീതി. എങ്ങനെയാണ് ഇവിടെ അത് എഴുതപ്പെടുന്നതിലൂടെ അത് ക്രിസ്താവുന്നത്? ഇവിടെ ആരും സഫർ ചെയ്യുന്നില്ല, അല്ലെ. കടക്കാരന് അയാൾ കൊടുത്ത പൈസ, അതായത് കടം കൊടുത്തവന് അയാൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുകയാണ്, വാങ്ങിയവന് അയാൾ കൊടുത്ത അതേ എമൗണ്ടേ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ അയാൾ മാറ്റി പറയുന്ന ഒരു സാഹചര്യം വരൂലല്ലോ, അല്ലെ, എഴുതുമ്പോൾ.
അപ്പം അങ്ങനെ ഒരു പ്രയാസം ഒഴിവാക്കി എല്ലാവർക്കും നീതി കിട്ടുകയാണ് എഴുതുന്നതിലൂടെ. അപ്പം അതാണ് അള്ളാന്റെ കാഴ്ചയിൽ കൂടുതൽ നീതിപൂർവം ക്രിസ്തായിട്ടുള്ളത്. വ അഖ്വമു, ആൻഡ് അത് സ്ട്രോങ്ങർ ആണ്. ലിഷഹാദ, തെളിവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് അത് എന്താണ്, വളരെ സ്ട്രോങ് ആണ്. അഖ്വം, ഖാഫ് വാവ് മീം. ഇഖാമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ അഖ്വം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട്, അതായത് അതിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് അഖ്വം. അപ്പം ഏറ്റവും ഓതന്റിക് ആയിട്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ട്, പ്രോപ്പർ ആയിട്ട്, ഫേം ആയിട്ട് തെളിവിനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ എഴുതി വെക്കൽ. ഓക്കെ, അപ്പം ഒരു ഇത് പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുകയാണ്. ഓക്കെ, നമ്മൾ ആ ഇടപാട് കണ്ട ആൾക്കാരുണ്ട്, സാക്ഷികളുണ്ട്. ഇനി നമ്മൾ വേറൊരു ഇടപാട് നടത്തുകയാണ്. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ച് അതിൽ എല്ലാവരും സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആളുകൾ കണ്ടതാണോ, ഈ എഴുതി വെച്ച ലീഗൽ ഡോക്യുമെന്റ് ആണോ കൂടുതൽ എവിഡൻസ് പ്രൂഫ് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക? ഉറപ്പായിട്ടും എഴുതി വെച്ചതാണ്, അല്ലെ? ലീഗൽ ഡോക്യുമെന്റിനാണ് കൂടുതൽ സ്ട്രെങ്ത്. കാരണം ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നോട്ടറൈസ് ചെയ്ത് ലോയർ സ്റ്റാമ്പ് ചെയ്ത് സിഗ്നേച്ചറൊക്കെ ഇട്ട് ഒരു തെളിവാണ് അത് അവിടെ, അല്ലെ? സുബ്ഹാനല്ലാ, ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുള്ളതിനെ നമ്മൾ പലപ്പോഴും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവായിട്ട് കാണാറില്ല. അപ്പം എന്തിനാ നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക? ആൾക്കാരെയാണോ എഴുത്തിനെയാണോ? എഴുത്തിനെ, അല്ലെ? ഡോക്യുമെന്റിനെയാണ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. യെസ്, സാക്ഷികൾ അവിടെ ഉണ്ട്. അവരെന്താണ്, എക്സ്ട്രാ ആയിട്ടുള്ള ഹെൽപ്പാണ് സാക്ഷികൾ. മെയിൻ എന്താണ്, എഴുത്താണ്, അല്ലെ? ഡോക്യുമെന്റ് ആണ്. അപ്പൊ അള്ളാഹ് പറയണ അഖ്വമു ലിഷഹാദ, തെളിവിന് വേണ്ടി കൂടുതൽ സ്ട്രോങ് അതാണ്. വ അദന, അത് ആണ് കൂടുതൽ എന്ത്, അടുപ്പമുള്ളത്. ഓക്കെ, കൂടുതൽ സൗകര്യമുള്ളത്. അദന, ദാൽ, നൂൻ, വ, ദുനു എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ അടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? അല്ല തെർത്താബു, നിങ്ങൾ സംശയത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യവും എന്താണ്, എഴുതി വെക്കലാണ്. തെർത്താബു ഇർത്തിയാബ് എന്നുള്ള വാക്കിൽ നിന്നാണ്. റോ യ ബ, സംശയം ഉണ്ടാവുക, സംശയത്തിന് എന്താണ്, എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇർത്തിയാബ് എന്നുള്ള വാക്ക്. അപ്പം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയവും ഉണ്ടാവില്ല, അല്ലെ? നമ്മൾ തലയിൽ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ജേർണൽ എഴുതുമ്പോൾ പറയണ്ടല്ലേ, ബിരിയാണി പോലെയാണ്. ഉള്ളിയിട്ട്, തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, ബിരിയാണി പൊടിയിട്ട് എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും എല്ലാം കൂടെ പോയി പോകും. പക്ഷെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ നമ്മൾ അത് 2250 2225 വാങ്ങിയത്, പക്ഷെ ഞാൻ മറന്നുപോയല്ലോ, അല്ലെ? അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് മൺഡേ ആണോ കൊടുക്കാൻ പറഞ്ഞത്, ഞാൻ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അടുത്ത മാസത്തെ സെക്കൻഡ് മൺഡേ ആണോ? അങ്ങനെയൊക്കെ സംശയങ്ങൾ നമുക്ക് വരും, അല്ലെ? അപ്പം അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താണ്, എഴുതി വെക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നീടുള്ള സംശയങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതിനെ അല്ല തെർത്താബു. ഇനി അടുത്ത ബാക്കി ഭാഗം നോക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, അല്ലെ? ആ റെക്കോർഡ്, അതായത് കോൺട്രാക്ട് എഴുതി വെക്കുന്നതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു കാര്യത്തിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഇല്ല ഒഴികെ. ഒരേ ഒരു കാര്യം എന്താണ്, അൻതക്കൂന ആയിരുന്നാൽ, തിജാറത്തൻ, തിജാറ കച്ചവടം. ഓക്കെ, ജീം റ, തെജറ യത്ജുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുക, ബിസിനസ് നടത്തുക. അപ്പം എങ്ങനെയുള്ള കച്ചവടമാണ്? ഹാദിറ. ഹാദിറ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസന്റ് ആയിരിക്കുക. ഹദറ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിരിക്കുക. അത് എല്ലാം അവിടെ പ്രസന്റ് ആണ്. ഓൺ ദ സ്പോട്ട് ട്രാൻസാക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അല്ലെ? പൈസ കൊടുക്കുന്നു, സാധനം കൈ കിട്ടുന്നു, ഡൺ, ആ കച്ചവടം അവിടെ കഴിഞ്ഞു. തിജാറത്തൻ, ഹാദിറത്തൻ, രണ്ട് പാർട്ടിയും അവിടെ ഉണ്ട്. വെക്കുന്ന ആളും വാങ്ങുന്ന ആളും ഉണ്ട്. പൈസയുണ്ട്, സാധനമുണ്ട്. അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു, പൈസ തിരിച്ചു വാങ്ങുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, സാധനം കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, ഡൺ, കച്ചവടം അവിടെ കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈവൻ അങ്ങനെയുള്ള കച്ചവടത്തിൽ പോലും ആളുകൾ റെസീപ്റ്റ് ഉണ്ടാക്കാറുണ്ട്, ഇൻവോയ്സ് ഉണ്ടാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അതെന്തിനാ? അതൊന്നും കൂടെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? ഇനി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലോ സാധനം തിരിച്ചു കൊണ്ടുവരണമെങ്കിലോ അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങി അവർ രണ്ടെണ്ണത്തിന് ബില്ലിട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് പോയി പ്രശ്നമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അടുത്ത് പോയി ചോദിക്കുക ഈ ബില്ലുണ്ടെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് നമ്മൾ ഒരു വാങ്ങിയ സാധനത്തിനല്ല അവർ പൈസ വാങ്ങിയത്, വേറെ എന്തെങ്കിലും സാധനത്തിന്റെ പേരാണ് വന്നത്, അതൊക്കെ നമുക്ക് ചോദിക്കാൻ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ പറ്റും. പക്ഷെ അവിടെ അത് എഴുതി വെക്കേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ടാ? തുദീറൂന ഹ ബൈനക്കും. തുദീറൂന ദാൽ
വാവ് റ, ദാര യദൂറു, ദൗറ എന്നുള്ള വാക്ക് ഓർമ്മയുണ്ടോ? അത് ഗോ അറൌണ്ട്, ചുറ്റും നടക്കുക. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അദാര യദീറു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം റൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെയാണ് റൗണ്ടിൽ പോവാന്നൊക്കെയുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ഈ ട്രാൻസാക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ? പൈസ കൊടുത്തു, സാധനം കിട്ടി, സർക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ അവിടെ അത് കംപ്ലീറ്റ് തുതീറൂനഹ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ആ സംഭവം ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി, കച്ചവടം അവിടെ നടന്നു കഴിഞ്ഞു. നിങ്ങൾ പൈസ കൊടുത്തു, സാധനം കിട്ടി, സാധനം കൊടുത്തു, പൈസ കിട്ടി, രണ്ട് സൈഡിൽ നിന്നും സർക്കിൾ കംപ്ലീറ്റ് ആയില്ലേ? തുതീറൂനഹ ബൈനക്കും. അതുകൊണ്ട് അത് എഴുതി വെക്കണം എന്നില്ല. ഫലൈസ അലൈക്കും ജുനാഹ, നിങ്ങളുടെ മേല് തെറ്റൊന്നുമില്ല. അല്ലാ തെത്തുഹ, നിങ്ങൾ അത് എഴുതിയിട്ടില്ലെങ്കിൽ. നിങ്ങൾ അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ റെസിപ്റ്റ് ഒക്കെ ഉണ്ട്, എഴുതിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എഴുതിയിട്ടില്ല എന്ന് വെച്ചിട്ട് അതിനൊരു തെറ്റില്ല. അള്ളാഹു പറയുന്നു വ അഷ്ഹിദു, നിങ്ങൾ സാക്ഷികളെ വിളിക്കുക. ഇവിടെ വേറെ ഏതൊരു കേസ് പറയണല്ലേ, നിങ്ങൾ സാക്ഷികളെ വിളിക്കുക. ഇതാ തബായഅത്തും, നിങ്ങൾ തബായഅത്തും കച്ചവടം ചെയ്യുകയാണെങ്കിൽ രണ്ടുപേര് തമ്മില്, തബായഅത്തും ബൈഅൻ, ബൈഅ എന്ന് പറഞ്ഞാൽ വാങ്ങുക വിൽക്കുക. അപ്പം നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷികളെ വിളിക്കുക. അപ്പം എന്ത് ആണ് ഇവിടെ? കാരണം ഇവിടെ തൊട്ട് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ കൊടുത്ത് വാങ്ങി അത് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങളെ മേലെ തെറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഇവിടെ അള്ള പറയണത് നിങ്ങൾ ഷഹാദത്ത് അല്ലെങ്കിൽ സാക്ഷികളെ വിളിക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം എന്ത് തരത്തിലുള്ള കച്ചവടമാണ് ഇത്? ഇതൊരു കമേഴ്ഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതായത് ബിഗ് ട്രാൻസാക്ഷൻ, വലിയ ഒരു ട്രാൻസാക്ഷൻ. നിങ്ങൾ കടയിൽ പോയി ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങി 20 റുപ്യ കൊടുക്കുന്ന സംഭവമല്ല ഇത്. ഇത് 20 പാക്കറ്റ് ചിപ്സ് ഉള്ള 20 പെട്ടി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ. ഓക്കെ, ബൾക്ക് ആയിട്ടുള്ള ഹ്യൂജ് ട്രാൻസാക്ഷൻ. അങ്ങനെയുള്ള കേസിൽ, അതായത് കൊമേഴ്ഷ്യൽ കോൺട്രാക്ട്, വലിയ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ ചില സമയത്ത് പേയ്മെന്റ് ഡിലേ ആവും. അതിന്റെ ഒരു നേച്ചർ കാരണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു വീട് വാങ്ങാന്ന് വെച്ചോ. ഓക്കെ, വീട് നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ചെക്ക് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ അങ്ങോട്ട് അപ്പൊ തന്നെ വീട് തരാൻ കഴിയും അവർക്ക്? ഇല്ലല്ലേ. അവിടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിന്റെ ഒരു നേച്ചറിനനുസരിച്ച് അതിന് കുറച്ച് സമയം എടുക്കും കാര്യങ്ങളൊന്ന് സെറ്റിൽ ആവാൻ. സംഭവം ഓൺ ദ സ്പോട്ട് മണി തന്നെയാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ചിപ്സ് ഇത്രയും വാങ്ങുമ്പോൾ ഓൺ ദ സ്പോട്ട് മണി തന്നെയാണ്. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരേണ്ടി വരും. അപ്പൊ നമുക്ക് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല. ഒരു വീട് വാങ്ങുമ്പോൾ, സ്ഥലം വാങ്ങുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുന്നുണ്ടാവും, നമ്മളെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പോയ വഴിക്ക് തന്നെ ആ സർക്കിൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് നേച്ചർ. ആ ഒരു ചിലപ്പോൾ വീടിന്റെ കാര്യത്തിലാണെങ്കിൽ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? എന്തൊക്കെയോ തണ്ടപ്പേര് അത് ഇത് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് പലതും നമ്മളെ പേരിലേക്ക് മാറ്റേണ്ടി വരും. അപ്പം ആ ഒരു നേച്ചർ പ്രകാരം അതിന് ചെറിയൊരു ഡിലേ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, വലിയ പർച്ചേസ്, വലിയ കോൺട്രാക്ട്, വലിയ ട്രാൻസാക്ഷൻ ഒക്കെ ആവുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷികളെ വിളിക്കണം. ആ സംഭവം എഴുതേണ്ട കാര്യമില്ല, പക്ഷെ സാക്ഷികളെ വിളിക്കണം. ഈവൻ ഈ സാക്ഷികളെ വിളിക്കലും വാജിബല്ല കേട്ടോ, മുസ്തഹബാണ്, ചെയ്താൽ നല്ലതാണ്. അതിന് ഉദാഹരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഒട്ടകത്തെ വാങ്ങാണ്ടായി. അപ്പം ഒട്ടകത്തെ വാങ്ങിയിട്ട് പറയും, എന്റെ കൂടെ വാ, ഞാൻ പൈസ തരാം. അപ്പൊ ഇയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പോവാണ്. അപ്പൊ അവരൊരു മാർക്കറ്റിലൂടെ പോവാണ്. അപ്പൊ കുറെ ആൾക്കാർ ഈ ഒട്ടകത്തിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോട്ടെ. പലരും ആ ഒട്ടകത്തിനെ വാങ്ങുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു. ചിലർ എക്സ്ട്രാ പൈസയും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ ആളപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിക്കും, അപ്പം ഇങ്ങനെയാണെങ്കിൽ എന്നാ ഞാൻ കൊടുത്തോട്ടെ, ഇവർക്ക് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നോ, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നോ, പൈസ തരാം. അപ്പൊ ആള് പറയും, എന്നാ പിന്നെ നമുക്കൊരു സാക്ഷിനെ വിളിക്കാം. അപ്പൊ ഒരു സഹാബ മുന്നോട്ട് വരും, ഞാൻ ഇതിന് സാക്ഷിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തുനിന്നും ഇത് വാങ്ങിയെന്ന്. ഓക്കെ, അപ്പം ആ ഒരു കോൺട്രാക്ട് അവിടെ സാക്ഷിനെ വിളിച്ചത് കൊണ്ട് അത് എഗ്രിമെന്റ് ആയി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ അടുത്തുനിന്ന് അത് വാങ്ങി. അവിടെ ചെന്ന് വീട്ടിലെത്തിയ ഉടനെ പൈസയും കിട്ടും. അപ്പം ഈ കോൺട്രാക്ടിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, ആ ഒട്ടകത്തിന് വാങ്ങി അപ്പൊ തന്നെ പൈസ ഉണ്ടെങ്കിൽ പോലും അപ്പൊ കൊടുക്കാൻ പറ്റില്ല, വീട്ടിലെത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അഷ്ഹിദു ഇദാ തബായഅതും, നിങ്ങളൊരു സാക്ഷിയെ വിളിക്കുക. അപ്പം ട്രാൻസാക്ഷൻ എഴുതി വെക്കല് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഒരു സാക്ഷി ഉണ്ടായാൽ മതി. അതും ഇവിടെ നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഇവിടെ എഴുതി വെക്കണമെന്നില്ല, ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ഹൈറാണ്, നല്ലതാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ കണ്ടു അല്ലെ? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, കൊടുക്കുക അപ്പൊ തന്നെ വാങ്ങുക എന്നുള്ളത് നമ്മൾ കണ്ടു. അവിടെ എഴുതണം എന്നില്ല, എഴുതിയാൽ കുഴപ്പമില്ല, നല്ലതാണ്. എഴുതിയില്ലെങ്കിൽ നിങ്ങളെ മേല് തെറ്റില്ല. ഇനി കൊടുക്കുക വാങ്ങുക എന്നുള്ള കേസിൽ വലിയ ട്രാൻസാക്ഷൻ കണ്ടു അല്ലെ? അത് ഇവിടെയും ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നത് അപ്പൊ തന്നെ വാങ്ങുകയാണ്, പിന്നത്തേക്ക് വെക്കുന്നില്ല, ഡിലേഡ് പേയ്മെന്റ് അല്ല. പക്ഷെ വലുതാവുകയാണെങ്കിൽ അതിന് എന്താണ്, സാക്ഷി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്.
ചില ട്രാൻസാക്ഷൻസിന് അല്ലെ, അതായത് നമ്മൾ പിന്നീടുള്ള ഡിലേ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷന് എന്താണ് എഴുതുന്നതും സാക്ഷി ഉണ്ടാവുന്നതും നല്ലതാണ്. ചിലതിന് എഴുതിയാൽ മാത്രം മതി, സാക്ഷി വേണമെന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഓരോ ട്രാൻസാക്ഷന്റെ നേച്ചറിനനുസരിച്ച് എന്താണോ ബെസ്റ്റ് അത് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ യുദാറ കാതിബുൻ. വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, കാത്തിബ് അല്ലെ, എഴുതുന്ന ആള് സ്ക്രൈബ് ഒരിക്കലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. യുദാറ ദോദ് റോ റോ ദറോ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉപദ്രവം അപകടം ഉണ്ടാക്കാം. ഇങ്ങനെയാ ഒരു കാത്തിബിന് ആരാ അപകടം വരുത്തുക? അയാള് ചിലപ്പോ അയാൾക്ക് ഭീഷണി വരും അല്ലേ, നീ മര്യാദക്ക് ആ പൈസ എമൗണ്ട് മാറ്റി എഴുതിക്കോ, കിട്ടാനുള്ള പൈസ അല്ലെ മാറ്റി എഴുതിക്കോ, അല്ലെങ്കിൽ നിന്നെ ഭാര്യയെ കൊല്ലും, അല്ലെങ്കിൽ കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യും. വലിയ വലിയ എമൗണ്ട് ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ നടക്കാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഭീഷണി, അല്ലെങ്കിൽ നിന്റെ ജോലി തെറിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം വലായുദാറ കാത്തിബുൻ, ഒരു കാത്തിബും അപകടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. വലാ ഷഹീദുൻ, ഒരു ഷഹീദും ഒരു സാക്ഷിയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ സാക്ഷി ഉപദ്രവിക്കപ്പെടാൻ വളരെ കോമൺ ആണല്ലേ, നമുക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിനൊക്കെ പ്രത്യേകിച്ച് സാക്ഷ്യം വായിച്ചു കഴിഞ്ഞാൽ അയാളെ തട്ടിക്കളയാന്നുള്ളത് അല്ലെ. അതേപോലെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ എഴുതുമ്പം തിരിച്ചെഴുതാ, മറിച്ചെഴുതാ, തിരിച്ചു പറയാ, മറിച്ചു പറയാ എന്നൊക്കെയുള്ള പ്രഷറൊക്കെ സുബ്ഹാനല്ലാഹ് നമ്മളുടെ മുസ്ലിം കൗമിൽ തന്നെ കോടതിയിലൊക്കെ എത്രയോ കേസുകളുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നതും വർഷങ്ങളായിട്ട് നടന്നു പോകുന്നതും മാറ്റി പറയാനുള്ള പ്രഷറുള്ളതും പൈസ കൊടുത്താൽ മാറ്റി പറയുന്നതും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു സാക്ഷിയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പല പല വലിയ വലിയ കേസുകളിലും ഈ സാക്ഷിക്ക് പ്രൊട്ടക്ഷൻ തന്നെ പോലീസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തുദാറ കാതിബുൻ വലാ ഷഹീദുൻ. കാരണം ഈ കാത്തിബിനും ഷഹീദിനും നമ്മൾ ഈ ഇടപാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരവരുടെ ഡ്യൂട്ടിയിൽ ഒരു നല്ല പൗരന്, ഒരു നല്ല മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു നന്മ ചെയ്തതാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവർക്ക് നിങ്ങളുടെ ഈ പേഴ്സണൽ കാര്യമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഒരു ഔദാര്യം, ഒരു ഉപകാരം ചെയ്തതാണ്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി എഴുതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വെച്ചിട്ട് ഒരു ഉപകാരം ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്ക്, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. പല രീതിയിൽ അവര് ഉപദ്രവിക്കപ്പെടാം അല്ലെ. ചിലപ്പം അവര് ഇപ്പം കാത്തിബിനെ വിളിച്ചിട്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ കാത്തിബാണ്, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു കഴിവാണ്, അത് അയാളെ പ്രയോജനപ്പെടുത്തണം. പക്ഷെ ആളുകൾ ഫുൾ അയാളെ നിങ്ങളിത് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ ഇടങ്ങേറാക്കി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനും അയാളുടെ പേഴ്സണൽ സമ്പാദ്യം ഉണ്ടാക്കാനും പറ്റാണ്ടാവുമ്പോൾ അയാൾ ചാർജ് വെക്കാന്ന് വെച്ചോ. അപ്പൊ ഇയാളോട് പറയാം നീ വന്ന് എഴുതിക്കോ, പക്ഷെ നിനക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ല, സർവീസ് ചാർജ് കൊടുക്കാതിരിക്കുക. അത് അയാളോട് ചെയ്യുന്ന ഉപദ്രവമാണ് അല്ലെ. അയാളെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് അയാളെ ഇടങ്ങാറാക്കൽ അയാളോട് ചെയ്യുന്ന ഉപദ്രവമാണ്. ഇനി ഒരു സാക്ഷിന്റെ അടുത്ത് പറയാം നീ രാത്രി 2 മണിക്ക് വരണം സാക്ഷി പറയാൻ, അത് ഉപദ്രവമാണ് അല്ലെ. അല്ലെങ്കിൽ ഇതാ ഇപ്പൊ നീ ഇവിടെ വരണം, ഞാൻ വിളിച്ച സ്ഥലത്ത് ഇപ്പൊ വന്നിട്ട് നീ സാക്ഷ്യം പറയണം, അതൊക്കെ ഉപദ്രവമാണ്. അല്ലെങ്കിൽ ഇതാ നീ ആ ഫ്ലൈറ്റ് എടുത്തിട്ട് വാ ഈ നാട്ടിലേക്ക്, എന്നിട്ട് സാക്ഷി പറയും. അയാൾക്ക് എങ്ങനെ പറ്റും? അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ ചെയ്യാനല്ലേ. അയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു തരത്തിലും അയാൾക്ക് സാക്ഷിക്കായിക്കോട്ടെ കാത്തിബിന് സ്ക്രൈബിനായിക്കോട്ടെ ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കും. നമ്മൾ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമുക്കും പ്രയാസം ഉണ്ടാക്കും. അള്ളാഹു കാക്കട്ടെ. ആമീൻ. വലാ യുദാറ കാതിബുൻ വലാ ഷഹീദുൻ. അള്ളാഹു പറയുന്നു വ ഇൻ തഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഉപദ്രവം വരുത്തുകയാണെങ്കിൽ, സാക്ഷിക്കോ അല്ലെങ്കിൽ കാത്തിബിനോ ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ഫ ഇന്നഹു, നിശ്ചയമായും അത് ഫുസൂഖുൻ ബിക്കും, നിങ്ങളുടെ മേലെ ഒരു തിന്മയായിരിക്കും. ഫുസൂഖ്, ഫിസ്ഖ് ഒക്കെ. ഫിസ്ക് എന്ന് പറഞ്ഞാൽ തോന്നിവാസം അല്ലെങ്കിൽ അതിര് കവിയൽ, ഒരു അപകടകരമായ ഒരു തിന്മയായിരിക്കും. അപ്പൊ നിങ്ങൾ വിറ്റ്നസിന് അല്ലെങ്കിൽ സാക്ഷിനെ ഉപദ്രവം വരുത്തി കഴിഞ്ഞാൽ, സ്ക്രൈബിനെ കാത്തിബിനെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അത് നിങ്ങളുടെ മേലൊരു പാപമായിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾ പണിഷ് ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. ഫഇന്നഹു ഫുസൂഖുൻ ബിക്കും, അത് നിശ്ചയമായും നിങ്ങളുടെ മേലൊരു പാപമാണ്, അത് നിങ്ങളുടെ നന്മയൊക്കെ മായ്ച്ചു കളയുന്ന ഒരു ഐറ്റമായിട്ട് മാറും. അള്ളാഹു പറയുന്നു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്. വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹുവിന് തഖ്വ കാണിക്കില്ലേ, സൂക്ഷ്മത പാലിക്ക്, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. അള്ളാഹു എന്താ പഠിപ്പിക്കുക, എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, എപ്പോഴാ ചെയ്യണ്ടേന്നൊക്കെ അള്ളാഹ് പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയം ഉണ്ടായാൽ മതി, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. ശരിക്കും ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ആയത്തുകളാണ് അല്ലെ.
ഒരുപാട് ചോദ്യങ്ങൾ വരുത്തുന്ന ആയത്തുകളാണ് അല്ലെ. അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസിന് സ്കോപ്പുള്ള ആയത്തുകളാണ് നമ്മൾ ഈ കണ്ടതൊക്കെയും. അത് റിബ ആയിക്കോട്ടെ, ദീനായിക്കോട്ടെ, കടം കൊടുക്കലായിക്കോട്ടെ, വാങ്ങലായിക്കോട്ടെ, എന്തും സുബ്ഹാനല്ലാഹ് എഴുതി വെക്കണോ, സാക്ഷിനെ വിളിക്കണോ, അത് പലിശയാണോ, ഇത് പലിശയാണോ, അങ്ങോട്ട് കൊടുത്ത പ്രശ്നമാണോ, ഇങ്ങോട്ട് വാങ്ങിയ പ്രശ്നമാണോ, അവിടെ ജോലി ചെയ്ത പ്രശ്നമാണോ, അവിടെ എഴുതിയ പ്രശ്നമാണോ, അവിടെ നോക്കിയ പ്രശ്നമാണോ, അല്ലെ. മൊത്തം കൺഫ്യൂഷനാണ്. അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇനി ചെയ്യാണ്ടിരിക്കണോ, മാറി നിൽക്കണോ. അള്ളാഹ് പറയാണ് സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള കൺക്ലൂഷനാ അല്ലേ. അള്ളാഹ് പറയാണ് എന്താണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്ക്, വയഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചോളും. അപ്പം അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെയാണെങ്കിലും അള്ളാഹ് പഠിക്കുക, തഖ്വ ഉണ്ടെങ്കിൽ അല്ലെ. തഖ്വ എങ്ങോട്ടാ നമ്മളെ ലീഡ് ചെയ്യുക? ഇൽമിലേക്ക്. അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വേണ്ട അറിവ് നമുക്ക് എത്തിച്ചോളും. അപ്പൊ ഇതിവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, സാമ്പത്തിക ഇടപാടിന്റെ നടുവിലാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ സാമ്പത്തിക കാര്യത്തിൽ മാത്രമാണോ അള്ളാഹു നമ്മൾ തഖ്വ കാണിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുക? അല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും. സുബ്ഹാനല്ലാഹ്, ഒരു വ്യക്തിക്ക് അള്ളാഹുവിനോട് തഖ്വ ഉണ്ടായാൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അത് എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും അള്ളാഹ് ഉദ്ദേശിച്ചതുപോലെ, അള്ളാഹ് ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഒരു വ്യക്തിക്ക് നിർബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്താക്കും? അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇതിന്റെ ശരിയായ രീതി എന്താണ് അല്ലെ. അവൻ അത് അറിയണം. അപ്പൊ അത് അവനെ അന്വേഷിക്കും. അവനെ അന്വേഷിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ആ അറിവ് കൊടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും, ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ, എന്തൊരു കാര്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മളെ കൊണ്ട് അറിയുന്നത് പറഞ്ഞുതരും, അറിയാത്തത് അറിയില്ല എന്ന് പറയും അല്ലെ. അപ്പോഴൊക്കെ പറയുന്ന ആദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ അള്ളഹാനോട് ചോദിക്കുക. ചിലർക്കൊക്കെ ചോദിക്കും, ഇത് എന്തപ്പി പറയണത് തോന്നൂല, എന്തപ്പോ പറയണ, അള്ളഹാനോട് ചോദിക്കാൻ, അള്ളാഹ് എവിടുന്ന് ഉത്തരം കൊണ്ടുവന്ന് തരാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളെ ഇതുവരെ അള്ളാഹ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇന്ന് ഈ മൊമെന്റ് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരും. ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തിൽ എന്താണോ പഠിക്കേണ്ടത്, എന്താണോ ആവശ്യം, അത് അള്ളാഹ് പഠിപ്പിച്ചു തരും. നമ്മളിങ്ങനെ ഒരുപാട് അള്ളാഹ് അതറിയില്ല, ഇതറിയില്ല, എനിക്ക് അതറിയണം, ഇതറിയണം ഒക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓന്നിന്റെ പിന്നാലെ പരവരാ ഓടുമ്പം നമ്മൾ ആലോചിക്കുക, അറിഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മൾ അറിഞ്ഞിട്ടും ചെയ്യാത്തത്. സുബ്ഹാനല്ലാഹ്. ഇനി ചില കാര്യങ്ങളുണ്ടാവും വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും. ഇപ്പം പലിശയുടെ കാര്യം ആയിക്കോട്ടെ, അതൊക്കെ വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ ഈ മൊമെന്റിൽ നിർത്തണമെങ്കിൽ ഈ മൊമെന്റിൽ തന്നെ നിർത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, നമ്മൾ പലരിടത്തും ചോദിക്കുന്നുണ്ടാവും, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് അതുവരെയുള്ള അറിഞ്ഞ അറിവ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ അത് പഠിപ്പിക്കും. അത് ആ സമയത്ത് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പം അറ്റ് ദ മൊമെന്റ് നമുക്ക് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ ആൻസർ കിട്ടിയാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള പാകമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അതിന് പറ്റുന്നതാവില്ല. ഈവൻ പലിശയാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഇന്ന് നിർത്തണം നമ്മൾ വിചാരിച്ചു, പല രീതിയിൽ ആ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത് അങ്ങനെ ആയാൽ എങ്ങനെ ആവോ, ഇങ്ങനെ ആയാൽ അങ്ങനെ ആവോ, നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിക്കുക. റബ്ബ് നമുക്കതൊരു ചിലപ്പോൾ 5-6 മാസം, ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടുന്നെങ്കിൽ ആ സമയമാണ് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ നമ്മളിലേക്ക് എത്താൻ ഏറ്റവും ബെസ്റ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ തിയറിയും പ്രാക്ടിക്കലും പോലെയാണ് അല്ലെ. തിയറി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇപ്പുറത്തുനിന്ന് പഠിക്കും, അപ്പുറത്ത് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരും അല്ലെ. ആ പരീക്ഷണത്തിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നോ എന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നോക്കും അള്ളാഹു. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്താ, അതെന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരീക്ഷണമാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റി വെച്ചായിരിക്കും. ഇപ്പൊ ചെയ്ത അവൾ അത് ഈസി ആയിട്ട് ചെയ്തോളും, പക്ഷെ ഒരു പരീക്ഷണത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവള് എന്നെ അനുസരിക്കില്ല, എന്നാ ഒന്ന് നോക്കട്ടെ അവൾ അനുസരിക്കുമെന്ന്. അള്ളാഹ്ക്ക് അള്ളാഹിന്റേതായ ഹിക്മത്ത് ഉണ്ട്, അള്ളാഹ്ക്ക് അള്ളാഹിന്റേതായ സമയമുണ്ട് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ബേജാറാവണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തഖ്വ കാണിക്കുക. നമ്മൾ തഖ്വ കാണിച്ചു കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചോളും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് കടലാണ്. കടലാണ്. നമ്മൾ എത്ര ഇൽമ നേടിക്കഴിഞ്ഞാലും കടലിൽ ഒരു തുള്ളി വെള്ളം പോലും ആവൂല. സുബ്ഹാനല്ലാഹ്. ഖുർആൻ തന്നെ അല്ലെ, ഇപ്പൊ നിങ്ങൾ M2M സ്റ്റാർട്ടിങ് മുതൽ ചെയ്ത ആളുകൾക്ക് 2-3 റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ പ്രാവശ്യവും സെയിം ആയത്തിന്റെ തഫ്സീർ കേൾക്കുമ്പം ചിന്തിക്കുമ്പം നമുക്ക് അന്ന് കിട്ടാത്ത പലതും പല 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 ലെവലുകളും നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ.
അത്രയും വലിയ കടലാണ്. ഈ കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഓക്കെ, ആരെ കൊണ്ടും പറ്റൂല. എന്നെ കൊണ്ടും പറ്റൂല, നിങ്ങളെ കൊണ്ടും പറ്റൂല. ഈവൻ ഏതൊരു പണ്ഡിതന്മാരാണെങ്കിലും സുബ്ഹാനല്ലാഹ് അവർ അവരുടെ ഏരിയയിൽ എക്സൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു സഹായം ആവൂലേ? അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കാം, അവർക്ക് അതിലുള്ള എക്സ്പെർട്ടൈസ് ആയിരിക്കാം, അവർക്ക് അതിനുള്ള താല്പര്യമാകാം, അള്ളാഹു കൊടുത്ത സ്കില്ലാവും. ഇപ്പൊ നമ്മളിവിടെ എഴുത്തുകാരന്റെ കഴിവ് പറഞ്ഞതുപോലെ ചിലർക്ക് ഫിഖ് ഏരിയയിൽ നല്ല സ്കില്ല് ഉണ്ടാവും അല്ലെ, ചിലർക്ക് ഹദീസിന്റെ ഏരിയയിൽ നല്ല സ്കില്ല് ഉണ്ടാവും. അപ്പം അത് അവരുടെ സ്കില്ല് കൊണ്ട് അവരത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി അവർ ആ ഒരു ഏരിയയിൽ എക്സൽ ചെയ്യുന്നുണ്ടാവും. വളരെ ചുരുക്കം ചില ആളുകൾ കുറേ ഏരിയകളിൽ എക്സൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തുതന്നെയാണെങ്കിലും അൽ അലീം ആരാണ്? അള്ളാഹു ആണ് അല്ലെ. അള്ളാഹുവോളം തികഞ്ഞ അറിവ് ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബേസിക് ലെവലിൽ സാധാരണ മനുഷ്യൻ എന്നുള്ള ലെവലിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതോ ആ അറിവ് അറിയില്ലല്ലോ എന്ന് വെച്ച് ബേജാറായി അതിന്റെ പിന്നാലെ ഓടി, ഈ അറിവ് അറിയില്ലല്ലോ എന്ന് വെച്ച് ബേജാറായി ഇതിന്റെ പിന്നാലെ ഓടി. അത് ഒന്നും വേണ്ട. നമുക്ക് ഇതുവരെ കിട്ടിയ അറിവ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ട അറിവ് നമുക്ക് വേണ്ട സമയത്ത് നമ്മളിലേക്ക് എത്തിക്കും. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, കൺസേൺഡ് ആവണം. ഓക്കെ, ഇപ്പൊ പലിശനെ കുറിച്ച് അറിയുമ്പോൾ ഇല്ല അള്ളാഹ് അറിവ് എത്തിക്കട്ടെ എന്നിട്ട് മാറാം, അങ്ങനെയല്ല. നമ്മൾ കൺസേൺഡ് ആവുക, റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, അന്വേഷിക്കുക, റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ട കറക്റ്റ് ക്ലാരിറ്റി അള്ളാഹു തരും, തന്നിരിക്കും, ഉറപ്പായിട്ടും തന്നിരിക്കും. നമ്മൾ അതിന് ഡിസേർവിങ് ആണെങ്കിൽ, നമുക്ക് അതിനുള്ള അർഹത നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതും റബ്ബിന്റെ സഹായത്തോടു കൂടി, തഖ്വയും റബ്ബിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കും. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും സുബ്ഹാനല്ലാഹ്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും റബ്ബ് തന്നിരിക്കും. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയും. ഈ വത്തഖുല്ലാഹ വയഅല്ലിമുക്കുമുല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്ക്, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, നമ്മളൊരു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, പുറത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് അതിന്റെ പുറത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ആവട്ടെ ഞാൻ കഴിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കാം ആണെങ്കിൽ, അതെന്തായാലും കുഴപ്പമില്ല, അതെന്താണെന്നുള്ളത് എനിക്ക് അറിയണ്ട എന്ന് ആക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന തഖ്വയാണോ? അല്ല അല്ലെ. കാരണം ഇൻഗ്രീഡിയൻസിൽ ഹറാമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അള്ളാഹുവിനോടുള്ള തഖ്വ ഒരാളെ കെയർഫുൾ ആക്കും. ഇത് എനിക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ എന്നാ ഒന്ന് നോക്കട്ടെ, ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കട്ടെ, ഇത് എന്തെങ്കിലും സംശയമുള്ള ഇൻഗ്രീഡിയന്റ് ഉണ്ടോ എന്നാ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കട്ടെ. കാരണം അള്ളാഹു ഹലാലും ത്വയ്യിബൻ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്റെ ഉമ്മ അറിയുന്നില്ല, ഉപ്പ അറിയുന്നില്ല, എന്റെ ചുറ്റുപാടും ഉള്ളവരൊന്നും അറിയുന്നില്ല ഞാൻ എന്താ കഴിക്കുന്നത്, പക്ഷെ അള്ളാഹ്ക്ക് അറിയാം. അപ്പം തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ ശ്രദ്ധിക്കും, ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലെ. അയാൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും, അള്ളാഹു അത് അവനിലേക്ക് ആ അറിവ് എത്തിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ, പലരും പറയാറുണ്ട് ഞാൻ കൂടുതൽ പഠിക്കാൻ പോവാത്തത് എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മളല്ല ചെയ്യുന്നതും ചെയ്യാൻ സഹായിക്കുന്നതും റബ്ബാണ്. അള്ളാഹു ഫാത്തിഹയിൽ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട് അല്ലെ. അറിവ് ഉണ്ടാവുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അൻതഅലൈഹിം, അറിവ് ഉണ്ടായിരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക അല്ലെ, മഖ്ദൂബി അലൈഹിം, അറിവ് നേടാതിരിക്കുക, തോന്നിയതുപോലെ പ്രവർത്തിക്കുക, ളാലീൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ അറിവ് നേടുന്നില്ല എന്ന് തീരുമാനിക്കലും എന്താണ്? തഖ്വയല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹ് ഇതിനകത്ത് എന്താ ശരി, ഇതെങ്ങനെയാ, ഞാൻ അന്വേഷിക്കാൻ പറ്റുന്നിടത്ത് അന്വേഷിച്ചു, എനിക്ക് അറിയാവുന്നിടത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല, റബ്ബെ നീ എത്തിക്ക്. അപ്പൊ അള്ളാഹു നോക്കും, അവള് വെറുതെ ജാടക്ക് ചോദിക്കുന്നതാണോ, ചുമ്മാ ഡയലോഗ് അടിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ, അതോ അവളെല്ലാം ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണോ, അവൾക്ക് അതിനുള്ള അർഹതയുണ്ടോ, അള്ളാഹു ആ ഉത്തരം എത്തിക്കും. ഓരോരുത്തരും ഓരോ കാര്യത്തിലും ഓരോ ലെവലിലായിരിക്കും ഉണ്ടാവുക. അള്ളാഹ്ക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. ഒരാളുടെയും തഖ്വയെ അളക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നതും നമ്മൾ നിർത്തുക. ഓക്കെ, നമ്മൾ പൊതുവെ ഒരു കുറേ പഠിച്ചിട്ട് ഇപ്പൊ എന്താ ഓരോ ദീന അങ്ങനെ, ഞാനൊന്നും പഠിക്കുന്നില്ല, എന്നെ കൊണ്ട് കഴിയൂല അല്ലെ, ഒരു വലിയ പഠിപ്പ് എന്നിട്ട് ഒരു ചെയ്യുന്ന കണ്ടില്ലേ. നമുക്കറിയില്ല, ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും അവരുടെ തഖ്വ എന്താണ്, അവരുടെ അവസ്ഥ എന്താണെന്ന്. പക്ഷെ നമ്മളെ കാര്യത്തില് നമ്മൾ ആൻസറബിൾ ആണ്. നമ്മളെ കാര്യത്തില് നമ്മൾ ഓരോന്നിലും എവിടെ എന്ത് എത്തി എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. നമ്മൾ എന്ത് ശ്രമിക്കുന്നു എന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ എന്ത് പുതിയ അറിവിന് അർഹരാണെന്ന് അള്ളാഹ്ക്കറിയാം. അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ച അറിവ് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് കൺസേൺഡും ആയിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും എല്ലാ ഫീൽഡിലും എക്സ്പേർട്സ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ചത് മുഴുവൻ പ്രാവർത്തികമാക്കി കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം
നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അള്ളാന്റെ സഹായം വേണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഒരൊറ്റ പീസ് വത്തഖുല്ലാഹ വയഅല്ലിമുക്കുമുല്ലാഹ് അതറിഞ്ഞാൽ മാത്രം മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. കാണിക്കാൻ നമുക്ക് അറിഞ്ഞത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അള്ളാഹു പഠിപ്പിച്ചു തരും. ജീവിതം മുഴുവനും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും പഠനവുമാണ്, അള്ളാഹുവിനോടുള്ള സഹായം തേടിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ഉളു എടുക്കാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഉളു എടുക്കുന്നത്. ആരാ ഇപ്പൊ വന്ന് നോക്കുന്ന ബാത്റൂമിലല്ലേ ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഉളു എടുക്കുന്നതെന്ന് ഉമ്മ നോക്കോ, അപ്പ നോക്കോ, ഭർത്താവ് നോക്കോ, കുട്ടികൾ നോക്കോ? ഇത് എന്റെ ആവശ്യമാണ്. അള്ളാഹ് പഠിപ്പിച്ച് തന്നതുപോലെയാണോ ഞാൻ ഉളു എടുക്കുന്നത്? അള്ളാഹ് പഠിപ്പിച്ച് തന്നതുപോലെയാണോ ഞാൻ നിസ്കരിക്കുന്നത്? കാരണം എന്റെ റബ്ബിനറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ. ഞാൻ ആ ഏരിയയിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ആക്കുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും, ആ ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ അറിവുകൾ കൊണ്ടുവന്ന് തരും. എന്തൊരു കാര്യം എന്റെ റബ്ബിന് തൃപ്തിയുള്ളത് പോലെയാണോ ഞാൻ ചെയ്യുന്നത്? എന്നിലേക്ക് എത്തിയ കൽപ്പന ഞാൻ അനുസരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ടോ? അനുസരിക്കണമെങ്കിൽ അള്ളാന്റെ തൗഫീക്ക് വേണം, സഹായം വേണം, എളുപ്പം വേണം. നമ്മൾ പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അതൊക്കെ പറയാവുന്ന ഇന്നത്തെ കാലത്ത് നടക്കൂല എന്ന് വിചാരിച്ചിട്ട് കളയുന്ന ആൾക്കാരാണോ നമ്മൾ? അള്ളാഹു ആ ഭാഗം കൊണ്ട് അടച്ചു കളയും നമ്മളുടെ. പിന്നെ ആ ഭാഗത്തേക്ക് നമ്മുടെ ഇൽമൊന്നുള്ള തരൂല, നമുക്ക് മനസ്സിലാവുകയില്ല. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടാവും, നമ്മുടെ തലിന്റെ അകത്തേക്ക് കയറുന്നുണ്ടാവില്ല. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഞാൻ എന്തൊരു കൽപ്പന പറഞ്ഞാലും അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിലുണ്ട്, റബ്ബേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നീ എന്നെ സഹായിക്ക് എന്ന് ചോദിക്കുന്നവളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? അവൾക്ക് അതിനുള്ള എളുപ്പം കൊടുക്കും, അവൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കും. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൾക്ക് അതിൽ കൂടുതൽ പരീക്ഷണങ്ങളും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ചിലത് നമുക്ക് നല്ല പ്രഷർ കിട്ടിയാലേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ചിലത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ അള്ളാന്റെ പുഷ് നമുക്ക് കിട്ടണം. അതൊക്കെ അള്ളാന്റെ സഹായങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിലെ ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് ആണ്. നമുക്ക് ദുനിയാവിലെ എന്തിനോടാണോ അറ്റാച്ച്മെന്റ്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. അപ്പൊ ആ അറ്റാച്ച്മെന്റ് വിട്ടാലേ ശരിയായ തൗഹീദിലേക്ക് നമ്മൾ എത്തുള്ളൂ. അല്ലെ, അള്ളാഹിനെ ഏറ്റവും മേലെ വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ആ പരീക്ഷണം, ആ പുഷ് പോലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ ഈ ചിന്ത, ഈ അറ്റാച്ച്മെന്റ് വിട്ടിട്ട് എന്നിലേക്ക് വാ. അല്ലെ, അപ്പൊ നമ്മൾ ആത്മാർത്ഥമാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കും, പല രീതിയിൽ പഠിപ്പിക്കും. അഴിമ തന്നിട്ട് പഠിപ്പിക്കും, ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിക്കും, ചിന്തകൾ കൊണ്ട് പഠിപ്പിക്കും, സെൻസ് കൊണ്ട് പഠിപ്പിക്കും, പല രീതിയിൽ ചുറ്റുപാടുമുള്ളവരെ കൊണ്ട് പഠിപ്പിക്കും, നമ്മൾ ചെയ്ത തെറ്റുകളെ കൊണ്ട് പഠിപ്പിക്കും, മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ കൊണ്ട് പഠിപ്പിക്കും, മറ്റുള്ളവരുടെ ശരികളെ കൊണ്ട് പഠിപ്പിക്കും. അള്ളാഹു പല രീതിയിൽ പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഭയങ്കര ഹെവി ആയിട്ടുള്ള, ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണത്. വത്തഖുല്ലാഹ വയഅല്ലിമുക്കുമുല്ലാഹ്. അത് മാത്രം മതി നമുക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ആ അറിവ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ തഖ്വ കൂടും, അറിവ് കൂടും. അത് നമ്മൾ മുമ്പ് ഈമാനും അമലു സ്വാലിഹാത്തും തമ്മിലുള്ള കണക്ഷൻ പോലെ തന്നെയാണിത്. ഈമാൻ കൂടുമ്പോൾ നമ്മളിൽ എന്തൊരു കാര്യം അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാലും യെസ് ഇത് അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ അമല് ചെയ്യുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ആ അമല് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം അതിനകത്ത് തരും. നമുക്ക് വീണ്ടും വീണ്ടും അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റും. തഖ്വയും ഇൽമും കണക്റ്റഡ് ആണ്, ഈമാനും അമലു സ്വാലിഹാത്തും കണക്റ്റഡ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എത്രത്തോളം നമുക്ക് അള്ളാഹുവിന് ഭയമുണ്ട്, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അത്രത്തോളം നമുക്ക് ഇൽമ് അള്ളാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചു തരും. അത്രത്തോളം ആഴത്തിൽ അള്ളാഹു ഓരോ കാര്യത്തിലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ ചെറിയ ആയുസ്സിൽ ഇനി ഇത്ര കൊല്ലല്ലേ ബാക്കിയുള്ളൂ. ബറക്കത്ത് തരുന്നവനും റബ്ബാണ്. പൈസയിൽ ബറക്കത്ത് തരുന്ന കാര്യം നമ്മൾ കുറേ സംസാരിച്ചില്ലേ. അതേപോലെ ഇൽമിൽ അള്ളാഹ് ബറക്കത്ത് തരും, അതേപോലെ അമലിൽ അള്ളാഹു ബറക്കത്ത് തരും. സുബ്ഹാനല്ലാഹ്. അപ്പം ആർക്കും നിരാശ വേണ്ട. ഇന്നലെ പഠിച്ചു തുടങ്ങിയ ആളാണെങ്കിലും, ഓക്കെ, ഇന്നലെ ജീവിതത്തിൽ മാറ്റം വരുത്തി തുടങ്ങിയ ആളാണെങ്കിലും വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹ് പറഞ്ഞതനുസരിക്ക് വയഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും. നിരാശ വേണ്ടേ വേണ്ട. സുബ്ഹാനല്ലാഹ്, ഇത് ഭംഗിയുള്ള ദീനാലെ. സുബ്ഹാനല്ലാഹ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹ്ക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം. അല്ലെ, സൂറത്ത് ആലിമ്രാനില് ആലിമ്രാനിൽ ആയത്ത് 5 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. അള്ളാഹുവിൽ അല്ലെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും.
എന്തിനാണെങ്കിലും അള്ളാഹ്ക്ക് അറിയാം അല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ കോൺട്രാക്റ്റുകൾ, നിങ്ങളുടെ ഈ എഴുത്തുകൾ, നിങ്ങളുടെ ട്രാൻസാക്ഷൻസ്, നിങ്ങളുടെ റെസീപ്റ്റ്സ്, നിങ്ങളെ വാങ്ങലുകൾ, നിങ്ങളുടെ വിക്കലുകൾ, നിങ്ങളുടെ പൈസ കൊടുക്കാനുള്ള വൈകലുകൾ എല്ലാം ആർക്കറിയാം? അള്ളാഹ്ക്ക് അറിയാം അല്ലേ? നിങ്ങൾ ഇന്റർനെറ്റിലോ നിങ്ങളുടെ അക്കൗണ്ടിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ഫയലിലോ ഒളിപ്പിച്ചു വെച്ചാലും അത് അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾ ആൾക്കാരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത് സീക്രട്ട് ആയിട്ട് നിങ്ങൾ ആരോടും പറയല്ലേ ഈ കടത്തിനെ പറ്റിയെന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾ കൊടുക്കാം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞത് അല്ലെ? അപ്പം അള്ളാഹിനെ നിങ്ങൾ ഭയപ്പെടുക. ശരിക്കും അള്ളാഹിനെ ഭയപ്പെട്ടിട്ടില്ലേ? നമ്മൾ ഈവൻ വാങ്ങിയ കടം കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ആ ശ്രമം അള്ളാഹ്ക്ക് അറിയാം. അപ്പം അതിന്റെ ഭാഗമായിട്ട് അള്ളാഹു നമ്മളെ മുമ്പിൽ മാർഗങ്ങൾ തുറന്നു തരലും എന്താണ്? ഒരു യുഅല്ലിമുക്കുമുള്ളതാണ്, അള്ളാഹ് പഠിപ്പിച്ചു തരലാണ്. ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇത് കൊടുത്തു വിടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളുടെ ഹൃദയത്തെ അറിയാം. അള്ളാഹു വഴി കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെ ഇത് കൊടുത്തു വിടാൻ പറ്റുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതൊന്നും ഇപ്പൊ നടക്കൂല, കൊടുക്കാൻ പറ്റൂല, അതങ്ങനെ പോട്ടെ, അവരെ പറ്റിച്ചേക്ക്, ആർക്കും അറിയില്ലല്ലോ അല്ലെ? ആർക്കും അറിയില്ലല്ലോ ഞാൻ വാങ്ങി. ഞാനും അവരുടെ ആത്മാർത്ഥത കൊണ്ട് ചിലപ്പോൾ അവരെ നമ്മളോട് ആരോടത്തും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അവര് ചിലപ്പം അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, പൈസ ഇല്ലാത്തത് കൊണ്ട്. ആർക്കും അറിയില്ലല്ലോ. എന്നാ പിന്നെ അവരങ്ങ് പറ്റിച്ചേക്കാം. വത്തക്കുള്ള, അള്ളാനെ ഭയപ്പെടുക. അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടാൻ പോണേ? ദുന്യാവിൽ എങ്ങനെയാ രക്ഷപ്പെടാൻ പോണേ? ആഖിറത്തിൽ എങ്ങനെയാ രക്ഷപ്പെടാൻ പോണേ? ആരെയാ നമ്മൾ പറ്റിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഇത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മൾ എടുക്കേണ്ട ഓരോ സ്റ്റെപ്പും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടാം? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആർക്കും അറിയില്ലല്ലോ, എനിക്ക് മാത്രമല്ല അറിയുള്ളൂ അല്ലെ? പറ്റിച്ചേക്കാം, കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്, എല്ലാം റബ്ബിനറിയാം. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കും റൈറ്റ് വേ. ഓരോന്നും ചെയ്യേണ്ടത് എങ്ങനെയാ ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെയാ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത്, എങ്ങനെയാ എഴുതണ്ടേ, എങ്ങനെയാ വായിക്കണ്ടേ, എങ്ങനെയാ സാക്ഷി നിർത്തേണ്ടത്. ശരിക്കും ഫിഖ് മുആമലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പേപ്പർ ഞാൻ ഫിഖിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. ചെറിയ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു 10-40 ചാപ്റ്ററല്ലേ. സുബ്ഹാനല്ലാഹ്, അത് വളരെ ബേസിക്കാന്ന് എനിക്കറിയാം. അതന്നെ ഒരു കടലായിരുന്നു. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, റബ്ബേ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചു തീർക്കുക, ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെയാ പ്രാവർത്തികമാക്കുക എന്ന്. അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹ് കറക്റ്റ് സമയത്ത് പഠിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഏത് സയൻസിൽ, ഏത് ഡിഗ്രിക്ക് ഉണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ? നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന വേണം അല്ലെ? ആ ഡിഗ്രിക്ക് എൻറോൾ ചെയ്ത് അത് എഴുതി എക്സാം എഴുതി പാസ്സായി അടുത്ത ലെവൽ എടുത്ത് പാസ്സായി അടുത്ത ലെവൽ പഠിച്ച് പാസ്സായി എങ്ങനെയേ പോകാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ള എന്താ പറയുന്നത്? നിനക്ക് വേണ്ട ഞാൻ നിനക്ക് ഇപ്പൊ പഠിപ്പിച്ചു തന്നിട്ട് അത് നീ ചെയ്യും, നിനക്ക് വേണ്ട അടുത്ത കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. അതും വൈബി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അള്ളാഹു പഠിപ്പിച്ചു തരാന്ന് പറയുന്നത് ശരിക്കും എന്തൊരു മാജിക്കൽ ആണല്ലേ? സുബ്ഹാനല്ലാഹ്, അതിനെന്തൊരു സുഖാണ്. എന്നാലും നമുക്ക് ഇതിനൊന്നും താല്പര്യമില്ല. നമുക്ക് എന്റെ കഴിവ്, എന്റെ അറിവ്, എനിക്ക് വിചാരിക്കുന്ന പോലെ ആൾക്കാരെന്ത് വിചാരിക്കും അതുകൊണ്ട് അള്ളാനെ ഞാൻ അനുസരിക്കൂല അല്ലെ? ആൾക്കാരെന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാൻ ദുനിയാവിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഞാനിപ്പോ എന്തെങ്കിലും അള്ളാഹ് പറഞ്ഞത് കേട്ടിട്ട് ആൾക്കാർ പറയുന്നതിന് എതിരായി പോയ ആള് പറയും ഓള് വലിയ മുത്തക്കി, ഓള് ഇന്നലെ അങ്ങനെ ആക്കിനു, ഇനിയിപ്പോ നാളെ എന്താ? എന്തിനാ നമ്മൾ അതൊക്കെ ചിന്തിക്കുന്നത്? അള്ളാഹ് പറഞ്ഞു ചെയ്താൽ മതി. ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ സപ്പോർട്ടോട് കൂടി, നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ സപ്പോർട്ടോട് കൂടിയാ. അപ്പൊ സപ്പോർട്ടിന് വേണ്ടി ദുആ ചെയ്യുക അള്ളാന്റെ. ഓക്കെ. അപ്പം അള്ളഹാനോടുള്ള ആ ഒരു ഭയം, തഖ്വ, അതാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത്. ഒരു വ്യക്തി ഓരോ കാര്യത്തിലും കറക്റ്റ് ആയിട്ടുള്ളത് ചെയ്യുന്നത്. അല്ലാതെ കുറേ ഇൽമു പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ടല്ല നമ്മൾ ഒരു കാര്യത്തിലും പെർഫെക്റ്റ് ആവുന്നത്. ആർക്കും പറ്റൂല, ഒരു കാര്യവും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ. റബ്ബ് നമ്മളിലേക്ക് എത്തിയ അറിവിനെ കുറിച്ചേ ചോദിക്കുള്ളൂ. അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാന്ന് വിചാരിക്കട്ടെ, പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് അവൾ ചെയ്തിട്ടുണ്ട്, അറിയാത്തത് അവൾ അന്വേഷിച്ചിട്ടുണ്ട്, അവൾക്ക് അത് കിട്ടിയിട്ടില്ല, അവളിലേക്ക് അത് ഞാൻ എത്തിച്ചിട്ടില്ല എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് ഏതൊക്കെയോ കാര്യത്തിൽ എന്തൊക്കെയോ വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോകുന്നതിനേക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എത്തിയ അറിവ്, ഇതുവരെ എത്തിയ അറിവ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. അത് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമ കൂടുതൽ തേടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഡിബേറ്റും പ്രശ്നങ്ങളും അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ നിമിഷവും നമ്മളെ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ വുളു തന്നെ ഉണ്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ, ഇനി നിസ്കാരം തന്നെ ഉണ്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഏറ്റവും ബെസ്റ്റ് റബ്ബിന്റെ സഹായം തേടുക. റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ പഠിപ്പിക്കും. അത് ഫിനാൻഷ്യൽ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്തൊരു കാര്യം ആണെങ്കിലും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാനുള്ള സമയമുണ്ടോ അതോ അടുത്ത ദിവസത്തേക്ക് വെക്കണം?
പക്ഷെ അതെനിക്ക് തോന്നുന്നു അത് തുടങ്ങിയാൽ ഇപ്പൊ നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന്. അത് അടുത്ത ദിവസം എടുക്കാം അല്ലേ? ഇൻഷാ അള്ളാ. കുറച്ചധികം പറയാനുണ്ട് അതും. ഓക്കെ, അപ്പൊ ശരി, ഇൻഷാ അള്ളാ. ഞാൻ നിർത്താണ് പറഞ്ഞത്. തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചധികമായി പോയി. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു തഖ്വയുടെ ആളുകളാവാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ശരിക്കും തഖ്വ മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയിക്കാൻ വേണ്ടിയിട്ട്. തഖ്വ എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഈ തഖ്വ എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രയാസമാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യണം, അല്ലേ, ഞാൻ ചെയ്യണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. എനിക്കും ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പം അത് വിചാരിക്കുമ്പോഴൊക്കെ മനസ്സിലോർക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാന്റെ സഹായത്തോടു കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിനെ തുറന്നു വെക്കുക, അള്ളാന്റെ കൽപ്പനകൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. ഓരോ അവസരത്തിലും റബ്ബേ നീ എനിക്ക് എളുപ്പം തരണേ ദുആ ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പാക്കി തരും. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسأل عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.